ഇമാമിന്റെ കൂടെ നമുക്ക് റുകൂഅ് കിട്ടിയാൽ റക്അഅത്ത് കിട്ടും. നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്വഹാബികളുടെ ആസാറുകൾ അതിന് പിൻബലം നൽകുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ അലൈഹി വഅലാ ആലിഹി അഫ്ളലുസ് സ്വലവാതി വഅതമ്മു തസ്ലീം. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദർസിൽ നാം അവസാനമായി പറഞ്ഞത് രണ്ടാം സുജൂദിനെ കുറിച്ചാണ്. ഒരു റക്അഅത്തിലെ രണ്ടാം സുജൂദിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് അവസാനത്തെ ദർസിൽ നാം പറഞ്ഞത്. അതിനു മുമ്പുള്ള പല കാര്യങ്ങളും അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിലെവിടെയാണ് കൈവെക്കേണ്ടത്, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്തെങ്കിലും സ്ഥിരപ്പെട്ടിട്ടുണ്ടോ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലുള്ള പ്രാർത്ഥന, അതിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത് റബ്ബി ഗഫിർലി എന്നത് മാത്രമാണ്. അതിനപ്പുറം വന്നിരിക്കുന്ന ഹദീസുകൾ ദുർബലമാണ്. അതൊക്കെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ദർസ് ബാക്കിയുള്ള കാര്യങ്ങൾ മുറാജഅ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വായിക്കാൻ ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് വായിക്കാം. ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ കിതാബ് പൂർത്തീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുശേഷം നമുക്ക് സമയമുണ്ട് എങ്കിൽ കഴിഞ്ഞ ദർസിന്റെ ചില കാര്യങ്ങൾ നമുക്ക് മുറാജഅ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? ഒന്നാമത്തെ റക്അഅത്ത് നൃത്തം പറഞ്ഞു, അതിനുശേഷം റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദ്, സുജൂദിനിടയിലുള്ള ഇരുത്തം, രണ്ടാം സുജൂദ്, അവിടെ വരെയാണ് അവസാനമായി നാം പറഞ്ഞത്. അവിടെ വരെയാണ് അവസാനമായി നാം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞ കാര്യം, ഇബാറത്ത് പൂർണ്ണമായി ഞാൻ വായിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ثم ينهض للركعة الثانية مكبرا معتمدا على ركبتيه قائما بدون جلوس وهذا هو المشهور من مذهب الإمام أحمد. രണ്ടാം സുജൂദിന് ശേഷം, ഒന്നാമത്തെ റക്അഅത്തിൽ രണ്ടാം സുജൂദിന് ശേഷം രണ്ടാം റക്അഅത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. ഇവിടെ ഷെയ്ഖ് പറയുന്ന അഭിപ്രായം അനുസരിച്ച്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന അഭിപ്രായം അനുസരിച്ച്, ഒരു വ്യക്തി ഒന്നാം റക്അഅത്തിലെ രണ്ടാം സുജൂദിൽ നിന്ന്, ഒന്നാമത്തെ റക്അഅത്തിലെ രണ്ട് സുജൂദ് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അഅത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം രണ്ട് കൈയിലും അവലംബിച്ചുകൊണ്ടാണ്, രണ്ട് മുട്ടിലും അവലംബിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു. സുജൂദിൽ നിന്ന് രണ്ടാം റക്അഅത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ മുട്ടിൽ അവലംബിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത് എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ ഹംബലി മദ്ഹബായിട്ട് സൂചിപ്പിക്കുന്നത്. ആ മസ്അല എന്താണെന്ന് മനസ്സിലായോ? മസ്അലയുടെ രൂപം അഥവാ നമ്മള് രണ്ടാമത്തെ സുജൂദ് ചെയ്യൂലേ, ഒന്നാമത്തെ റക്അഅത്തിൽ രണ്ടാമത്തെ സുജൂദ് ചെയ്തതിനു ശേഷം നമ്മള് ഒന്നാമത്തെ റക്അഅത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ കൈ കൊടുത്ത് കയ്യിൽ ബലം കൊടുത്താണോ എഴുന്നേൽക്കേണ്ടത്, അതല്ല രണ്ടാമത്തെ സുജൂദിന് ശേഷം മുട്ടിൽ ബലം കൊടുത്തിട്ടാണോ എഴുന്നേൽക്കേണ്ടത്? പക്ഷെ മനസ്സിലായോ? രണ്ടാം സുജൂദിന് ശേഷം രണ്ടാം റക്അഅത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കയ്യിലാണോ ബലം കൊടുക്കേണ്ടത്, അതല്ല മുട്ടിലാണോ ബലം കൊടുക്കേണ്ടത് എന്ന മസ്അലയാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നത്. ഷെയ്ഖ് ഇവിടെ പറയുന്ന അഭിപ്രായം മുട്ടിലാണ് ബലം കൊടുക്കേണ്ടത് എന്നാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്ന അഭിപ്രായം മുട്ടിലാണ് ബലം കൊടുക്കേണ്ടത് എന്നാണ്. എന്നാൽ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന ഹദീസുകൾ നോക്കിയാൽ മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹു റഅ അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി. മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്നത് കണ്ടു. ഫഇദാ കാന ഫീ വിസ്രിൻ മിൻ സ്വലാത്തി, നിസ്കാരത്തിലെ ഒന്നാം റക്അഅത്തിൽ നിന്ന് രണ്ടാം റക്അഅത്തിലേക്കും മൂന്നാം റക്അഅത്തിൽ നിന്ന് നാലാം റക്അഅത്തിലേക്കും ഉയരുമ്പോൾ ലം യൻഹൽ ആ മസ്അലയുടെ രൂപം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രണ്ടാം സുജൂദിൽ നിന്ന്
രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ആദ്യം കൈയാണോ വെക്കേണ്ടത് അതല്ല മുട്ടാണോ വെക്കേണ്ടത്? ആ ഒരു വിഷയത്തിലാണ് ഇവിടെ പറയുന്ന ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന ഒന്നാമത്തെ വിഷയം. ഇതിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ആദ്യം കൈയാണോ വെക്കേണ്ടത് അതല്ല, അതിനു മുമ്പ് നമുക്കൊരു മസലയുണ്ട്, അത് വിട്ടുപോയി. രണ്ട് സുജൂദിന് ശേഷം, ഒന്നാമത്തെ റക്അത്തിലെ രണ്ടാം സുജൂദിന് ശേഷം എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ഇരുത്തമുണ്ട്. എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ഇരുത്തമുണ്ട്. മനസ്സിലായോ? അതിനാണ് എന്ത് പറയുക? ജൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയുക. ജൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയുക. രണ്ട് സുജൂദ് കഴിഞ്ഞ് രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇരിക്കുന്ന ഇരുത്തം, അതിനാണ് ജൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയുന്നത്. ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ ജൽസത്തുൽ ഇസ്തിറാഹയുടെ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ജൽസത്തുൽ ഇസ്തിറാഹയുടെ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് നിരുപാധികം സുന്നത്താണ്. ജൽസത്തുൽ ഇസ്തിറാഹ നിരുപാധികം സുന്നത്താണ്. ജൽസത്തുൽ ഇസ്തിറാഹ എന്താണെന്ന് മനസ്സിലായോ? ഞാൻ നേരത്തെ മസാല വേറെ ചില ചിന്തകൾ വന്ന കാരണത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടായതാണ്. ജൽസത്തുൽ ഇസ്തിറാഹ എന്താണെന്ന് മനസ്സിലായോ? രണ്ട് സുജൂദ് കഴിഞ്ഞ് നമ്മൾ രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് ഇരിക്കുന്ന ഇരുത്തം, ചെറുതായി ഒന്നും ഇരിക്കാറില്ലേ? അതിന്റെ രൂപം ഞാൻ ഒന്ന് കാണിച്ചു തരാം, സംശയമില്ലാതിരിക്കാൻ. അപ്പൊ നമ്മള് രണ്ട് സുജൂദ് കഴിഞ്ഞു, അതിനുശേഷം രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഇരുന്നിട്ടല്ലേ എഴുന്നേൽക്കാറ്, അല്ലെ? ആ ഇരുത്തത്തിനാണ് ജൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയുന്നത്. ആ ഇരുത്തത്തിനാണ് ജൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയുന്നത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അത് നിരുപാധികം സുന്നത്താണ്. അതാണ് ശാഫിഈ മദ്ഹബിന്റെ വീക്ഷണം. അതാണ് ശാഫിഈ മദ്ഹബിന്റെ വീക്ഷണം. അതുപോലെ തന്നെ ഇമാം ഹമ്മാദ് ബിൻ സയ്യിദ് റഹിമഹുള്ളയുടെ അഭിപ്രായം അതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അവസാന അഭിപ്രായം അതാണ്. അതുപോലെ തന്നെ സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് അൽബാനി റഹിമഹുമുല്ലാഹ് അവരൊക്കെ പറയുന്നു ആ ഇരുത്തം സുന്നത്താണ്, നിരുപാധികം സുന്നത്താണ്. നിങ്ങൾ എപ്പോൾ നിസ്കരിച്ചാലും ആ ഇരുത്തം ഇരിക്കൽ സുന്നത്താണ്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ, ഹംബലി മദ്ഹബിലെ മദ്ഹബിന്റെ അഭിപ്രായം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹി സൂചിപ്പിക്കുന്നത് പോലെ അത് നിരുപാധികം സുന്നത്തല്ല, അത് സുന്നത്തല്ല. അങ്ങനെ ഇരിക്കുക എന്നുള്ളത് സുന്നത്തല്ല. വേറെ ചില പണ്ഡിതന്മാർ എന്തു പറഞ്ഞു? ആവശ്യമാണെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഇരിക്കേണ്ടതില്ല. ആവശ്യമാണെങ്കിൽ ഇരിക്കൽ സുന്നത്താണ്, അതല്ലെങ്കിൽ സുന്നത്തില്ല. ഏതുപോലെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല തടിയുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കൽ സുന്നത്താണ്, അതല്ലെങ്കിൽ സുന്നത്തല്ല എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന വീക്ഷണം. അപ്പൊ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പ്രധാനമായും 3 അഭിപ്രായങ്ങളാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു ആ ഇരുത്തം നിരുപാധികം സുന്നത്താണ്, ആ ഇരുത്തം നിരുപാധികം സുന്നത്താണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ ഇരുത്തം സുന്നത്തേ അല്ല. മൂന്നാമതൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ആ ഇരുത്തം സുന്നത്താണ്, അതല്ലാത്ത ആളുകൾ രണ്ടാം സുജൂദിന് ശേഷം നേരെ എഴുന്നേറ്റ് നിൽക്കണം. മനസ്സിലായോ? ഈ 3 അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിൽ പ്രധാനമായും ഉള്ളത്. ഇതിലേതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹു റഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി, അദ്ദേഹം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് കണ്ടു. ഫഇദാ കാന ഫീ വിത്രിൻ മിൻ സ്വലാത്തി, ഒന്നാം റക്അത്തിൽ നിന്ന് രണ്ടാം റക്അത്തിലേക്കും 3-ൽ നിന്ന് 4-ലേക്കും എഴുന്നേൽക്കുമ്പോൾ, 2-ൽ നിന്ന് 3-ലേക്ക് എഴുന്നേൽക്കൂല, കാരണം അവിടെ ഒന്നാമത്തെ തശഹുദ് ഉണ്ട്. അതുപോലെ തന്നെ 4-ൽ നിന്ന് എഴുന്നേൽക്കേണ്ട ആവശ്യം വരുന്നില്ല, അവിടെ നിസ്കാരം തീരുകയാണ്. അതുകൊണ്ട് ഒന്നാം റക്അത്തിൽ നിന്ന് രണ്ടാം റക്അത്തിലേക്കും 3-ൽ നിന്ന് 4-ലേക്കും എഴുന്നേൽക്കുമ്പോൾ ലം യൻഹൽ ഹത്താ യസ്തവിയ ഖാഇദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നത് വരെ എഴുന്നേൽക്കാറില്ലായിരുന്നു എന്ന് മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? അഥവാ 2 സുജൂദ് കഴിഞ്ഞ് നമ്മൾ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പായി അവിടെ ഒന്ന് ഇരിക്കുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. അവിടെ ഇരിക്കുക എന്നുള്ളത് സുന്നത്താണ്, നിരുപാധികം സുന്നത്താണ്. നമുക്ക് ആരോഗ്യപരമായ ഒരു പ്രശ്നമില്ല, നമുക്ക് ഡയറക്റ്റ് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കുമെങ്കിലും ആ ഇരുത്തം സുന്നത്താണ്. അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്ന ഒരു മസ്അല. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഇരുത്തത്തിൽ പ്രത്യേകിച്ച് ദിക്റുകൾ ഒന്നുമില്ല. ആ ഇരുത്തത്തിൽ പ്രത്യേകിച്ച് ദിക്റുകൾ ഒന്നുമില്ല. എങ്ങനെയാണ് ഇരിക്കേണ്ടത്? 2 സുജൂദിനിടയിലുള്ള ഇരുത്തം നമ്മൾ പറഞ്ഞില്ലേ, ആ രൂപത്തിൽ തന്നെ. അഥവാ നമ്മുടെ ഇടതുകാല് നാട്ടിവെക്കുക, കിടത്തി വെക്കുക, അതിന് മുകളിൽ ഇരിക്കുക, വലതുകാൽ നാട്ടിവെക്കുക, ആ രൂപത്തിൽ തന്നെയാണ് അവിടെയും ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, നമ്മൾ രണ്ടാം സുജൂദിൽ നിന്ന് ഉയരുമ്പോഴാണ് ഈ ഇരുത്തം എന്ന് പറഞ്ഞു. മനസ്സിലാവാത്തവരുണ്ടോ? രണ്ടാം സുജൂദിൽ നിന്ന് ഉയരുമ്പോഴാണ് ഈ ഇരുത്തം. രണ്ടാം സുജൂദിൽ നിന്ന് ഉയർന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്ന് നിൽക്കുന്നത് വരെയാണ് അതിന്റെ സമയം. അപ്പോൾ നമ്മൾ എന്ത് പറയണം? അല്ലാഹു അക്ബർ എന്ന് പറയണം.
അള്ളാഹു അക്ബർ എന്ന് പറയണം. അതൊന്നുകിൽ സുജൂദിൽ നിന്ന് ഉയർന്നയുടൻ അള്ളാഹു അക്ബർ എന്ന് പറയാം, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രവർത്തനം പൂർത്തീകരിക്കാം. അതല്ലെങ്കിൽ സുജൂദിൽ നിന്ന് ഉയർന്ന് ഈ ഇരുത്തം ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? അള്ളാഹു അക്ബർ എന്ന് പറയാം. അഥവാ നമ്മൾ സുജൂദില് പോയതിനു ശേഷം സുജൂദ് കഴിഞ്ഞു, അതിനുശേഷം അല്ലാഹു അക്ബർ എന്നിട്ട് അടുത്ത റക്അത്തിൽ നിൽക്കുക, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ സുജൂദിൽ നിന്ന് ഉയർന്നു ഇരിക്കുക, എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയും. മനസ്സിലായോ? ഈ രണ്ട് രൂപത്തിൽ ചെയ്യാം. ഒന്നുകിൽ ആദ്യം അല്ലാഹു അക്ബർ പറയാം, അല്ലെങ്കിൽ അവസാനം അല്ലാഹു അക്ബർ പറയാം. രണ്ടാം രൂപത്തിൽ ചെയ്യാം. കാരണം രണ്ടാം റക്അത്തിലേക്ക് വരുന്നതിന് മുമ്പായി അല്ലാഹു അക്ബർ പറയണം. അത്രയും അധികം അതിന് സമയമുണ്ട്. രണ്ടാം സുജൂദിൽ നിന്ന് ഉയർന്ന് അടുത്ത റക്അത്തിൽ വന്ന് നിൽക്കുന്നതിനുള്ളിലാണ് അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. വേണമെങ്കിൽ തുടക്കത്തിൽ പറയാം, അല്ലെങ്കിൽ അവസാനത്തിൽ പറയാം. ചില ആളുകൾ, പ്രത്യേകിച്ച് ചില മസാജിദുകളിൽ ഇമാംമാർ എന്ന് പറയും, നീട്ടിയിട്ട് അല്ലാഹു അക്ബർ എന്നിട്ട്. അതിന്റെ ആവശ്യമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണ്. മനസ്സിലായോ? ത്വയ്യിബ്. അതിനുശേഷം നമ്മൾ സുജൂദിൽ നിന്ന് ഉയരുന്ന സമയത്ത്, സുജൂദിൽ നിന്ന് എഴുന്നേറ്റു, അവിടെ ഇരുന്നു, അതിനുശേഷം റക്അത്തിലേക്ക്, രണ്ടാം റക്അത്തിലേക്ക് അല്ലെങ്കിൽ നാലാം റക്അത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കയ്യിൽ അവലംബിച്ചുകൊണ്ടാണോ എഴുന്നേൽക്കേണ്ടത്, അതല്ല മുട്ടിൽ അവലംബിച്ചുകൊണ്ടാണോ എഴുന്നേൽക്കേണ്ടത്? നേരത്തെ പറഞ്ഞിരിക്കുന്ന മസാല, കയ്യിൽ അവലംബിച്ചുകൊണ്ടാണോ അതല്ല മുട്ടിൽ അവലംബിച്ചുകൊണ്ടാണോ എഴുന്നേൽക്കേണ്ടത്? ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത് മാലിക് ബിൻ അൽ-ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരിയും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്നതിൽ കാണാം, രണ്ട് കയ്യിൽ അവലംബിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കാറുള്ളത്. രണ്ട് കയ്യിൽ അവലംബിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കാറുള്ളത്. അതാണ് മാലിക്കി മദ്ഹബിന്റെയും ഷാഫിഈ മദ്ഹബിന്റെയും വീക്ഷണം. അതുപോലെ തന്നെ ഇമാം സുഹുരി, മക്ഹൂൽ, ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഇമാം ഔസാഇ, സമീപകാലം ജീവിച്ച ഷെയ്ഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുമുല്ലാഹ്, അവരൊക്കെ പറയുന്നു നമ്മൾ രണ്ട് സുജൂദ് കഴിഞ്ഞ് അടുത്ത റക്അത്തിലേക്ക് വരുന്നതിന് മുമ്പായി കയ്യിൽ അവലംബിച്ചുകൊണ്ട് എഴുന്നേൽക്കുക, കയ്യിൽ അവലംബിച്ചുകൊണ്ട് എഴുന്നേൽക്കുക എന്നാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത്. അവരുടെ തെളിവ് മാലിക് ബിൻ അൽ-ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്, സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, എഴുന്നേൽക്കുന്ന സമയത്ത് മുട്ടിൽ അവലംബിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത്, കൈ അവലംബിച്ചുകൊണ്ടല്ല മുട്ടിൽ അവലംബിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത് എന്ന് പറഞ്ഞു. ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ഹദീസും സ്വഹീഹായിട്ട് വന്നിട്ടില്ല. ഒരു ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടില്ല. അതാണ് ഹനഫി മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും വീക്ഷണം. അവർ പറയുന്നു മുട്ടിൽ അവലംബിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത്, മുട്ടിൽ അവലംബിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പക്ഷേ മുസന്നഫ് അബ്ദുർ റസ്സാഖിലും മുസന്നഫ് ഇബ്നു അബീ ശൈബയിലും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മുസന്നഫ് അബ്ദുർ റസ്സാഖിലും മുസന്നഫ് ഇബ്നു അബീ ശൈബയിലും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുട്ടിൽ അവലംബിച്ചുകൊണ്ട് എഴുന്നേറ്റതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മനസ്സിലായോ അതിന്റെ രൂപങ്ങളൊക്കെ? നമ്മൾ രണ്ട് സുജൂദ് കഴിഞ്ഞ് അതിനുശേഷമുള്ള ഇരുത്തത്തിന്റെ വിധി പറഞ്ഞു. എന്താണ് അതിന്റെ വിധി? രണ്ട് സുജൂദിന് ശേഷമുള്ള ഇരുത്തം സുന്നത്താണ്, നിരുപാധികം സുന്നത്താണ്, ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും സുന്നത്താണ്. അതിനുശേഷം ഉയരുന്ന സമയത്ത് നമ്മൾ കൈയാണോ മുട്ടാണോ അവലംബിക്കേണ്ടത്? കൈയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത്. കൈ അവലംബിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടത്. മുട്ട് അവലംബിക്കുക എന്നുള്ളത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാരെ പിൻപറ്റലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ ഒരു വ്യക്തി മുട്ടിൽ അവലംബിച്ചാൽ അദ്ദേഹത്തെ കുറ്റം പറയാനോ അദ്ദേഹത്തിന് നിസ്കാരം ബാത്തിലാണോ എന്ന് ആക്ഷേപിക്കാനോ ഒന്നും പാടില്ല. അദ്ദേഹത്തിന് ആക്ഷേപിക്കാൻ പാടില്ല, മറിച്ച് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പറഞ്ഞു കൊടുക്കാം. ഇനി നമ്മൾ കയ്യിൽ അവലംബിച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ കൈ പ്രത്യേക ഏതെങ്കിലും രൂപത്തിൽ പിടിക്കേണ്ടതുണ്ടോ? കയ്യിൽ അവലംബിക്കുമ്പോൾ പ്രത്യേക രൂപങ്ങളിൽ കൈ പിടിക്കേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖി റഹിമഹുള്ളയൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ കാന യഅജിനു എന്നാണ് ഹദീസ് വന്നിരിക്കുന്നത്. കാന യഅജിൻ, അറബി ഭാഷയിൽ യഅജിൻ എന്ന് പറഞ്ഞാൽ മാവ് കുഴക്കുന്നത് പോലെ കൈ അവലംബിച്ചുകൊണ്ട് എഴുന്നേറ്റു എന്ന് കാണാം. മാവ് കുഴക്കുന്നത് ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ കൈ വെച്ചുകൊണ്ട് അവലംബിച്ച് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു എന്ന് പറയുന്ന ഹദീസ് ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഈ ഹദീസിന്റെ സ്വീകാര്യതയിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹദീസ് ദുർബലമാണ്, വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹദീസ് സ്വീകാര്യമാണ്. ആ ഒരു കാര്യം ഒന്നാമതായി മനസ്സിലാക്കുക. ആ ഹദീസിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, മാവ് കുഴക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ മാവ് കുഴക്കുമ്പോൾ വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ കൈ തുറന്നിട്ടായിരിക്കും, കുറച്ചധികം ഉണ്ടെങ്കിൽ കൈ പൂട്ടിയിട്ടായിരിക്കും. പല രൂപത്തിലും അത് സംഭവിക്കാം. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു കൈ അടച്ചുകൊണ്ടാണ് നിലത്ത് അവലംബിച്ച് എഴുന്നേൽക്കേണ്ടത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഏത് രൂപത്തിലാണെങ്കിലും ചെയ്യാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു സവാഅൻ ഇഅ്തമദ അലാ ളുഹൂരിൽ അസാബിഅ, വേണമെങ്കിൽ കൈവെക്കാം, വിരലുകൾ അവലംബിച്ചുകൊണ്ട് എഴുന്നേൽക്കാം. ഔ അല റാഹ, അല്ലെങ്കിൽ നമ്മുടെ കൈപ്പത്തി നിലത്ത് വെച്ചുകൊണ്ട് എഴുന്നേൽക്കാം. ഏത് രൂപത്തിലാണെങ്കിലും എഴുന്നേൽക്കാമെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കൈ മടക്കിയിട്ട് മുഷ്ടി ഇങ്ങനെ മടക്കിയ രൂപത്തിൽ അതാണ് സുന്നത്ത്, അതല്ലാത്തതൊന്നും സുന്നത്തല്ല എന്ന വാദം അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ട്. അതുപോലെ തന്നെ ആ ഹദീസിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, നിസ്കാരം എന്നുള്ളത് ശരീഅത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരീഅത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നെടും തൂണാണ് നിസ്കാരം എന്നുള്ളത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ സാധാരണ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നതാണ്. നിസ്കാരവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ നിസ്കാരം ശരീഅത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ ബുഖാരിയിലുണ്ട്, അല്ലെങ്കിൽ മുസ്ലിമുണ്ട്, സുനൻ തിർമിദിയിലുണ്ട്, ഇബ്നു മാജയിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് മാവ് കുഴക്കുന്നത് പോലെ എഴുന്നേൽക്കണമെന്ന റിവായത്ത് വന്നിരിക്കുന്നത് എവിടെയാണ്? ഗരീബുൽ ഹദീസ് അഥവാ ഹദീസിന്റെ ചില വാക്കുകൾ വിശദീകരിക്കുന്ന ഹദീസിന്റെ കിതാബുകളിലല്ല, ഹദീസിന്റെ പ്രധാനപ്പെട്ട കിതാബുകളിൽ വരുന്നതിന് പകരം ഹദീസുകളിലെ വാക്കുകളിലുള്ള സംശയങ്ങൾ വിശദീകരിക്കുന്ന ഇമാം ഇബ്രാഹിം അൽ ഹർബി റഹിമഹുള്ളയുടെ ഗരീബുൽ ഹദീസിലാണ് ഇങ്ങനെ മാവ് കുഴക്കുന്ന രൂപത്തിൽ എന്ന ഹദീസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറയുന്നു പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ വരാതെ ഈ ഒരു കിതാബിൽ വന്നത് ആ ഹദീസ് ദുർബലമാണ് എന്ന് മനസ്സിലാക്കി തരുന്നു. പ്രധാനപ്പെട്ട ബുഖാരിയിലോ മുസ്ലിമിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സുനനുകളിലോ അല്ലെങ്കിൽ ഇമാം ദാരിമിയുടെ സുനനിലോ ഇമാം തൊബ്രാനിയുടെ മആജിമുകളിലോ ഒന്നും വരാതെ ഇത്തരത്തിൽ ഗരീബുൽ ഹദീസിൽ ആ ഹദീസ് വന്നിരിക്കുന്നത് അതിന്റെ ദുർബലതയെ സൂചിപ്പിക്കുന്നു എന്നും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ എന്നിരുന്നാലും ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മസ്അലയുടെ ആകെ ചുരുക്കം എന്താണ്? സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കൈ അവലംബിച്ചുകൊണ്ട് എഴുന്നേൽക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത്. മുട്ട അവലംബിക്കൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ കൈ അവലംബിച്ച് എഴുന്നേൽക്കുമ്പോൾ കൈ എങ്ങനെ വെക്കണം? മടക്കിയിട്ടാണോ വെക്കേണ്ടത്, തുറന്നിട്ടാണോ വെക്കേണ്ടത്? ആ വിഷയത്തിൽ വ്യക്തമായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വന്നിരിക്കുന്ന ഹദീസ് തന്നെ മാവ് കുഴക്കുന്നു എന്ന രൂപത്തിലാണ്. അതിന് വ്യത്യസ്ത അർത്ഥങ്ങൾ സാധ്യതയുള്ളതാണ്. കൈ മടക്കാനും കൈ തുറന്നിരിക്കാനും ഒക്കെ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ കടുംപിടുത്തം കാണിക്കാൻ പാടില്ല. തയ്യിബ്. അതിനുശേഷം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ റക്അത്തിൽ എഴുന്നേൽക്കുന്നത് വരെ പറഞ്ഞു അല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? രണ്ടാമത്തെ റക്അത്തിൽ എഴുന്നേറ്റതിനു ശേഷം وفي الركعة الثانية يفعل كما يفعل في الركعة الأولى. ഒന്നാമത്തെ റക്അത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെയാണ് രണ്ടാം റക്അത്തിലും. ഇല്ലാ ഫീ ഷൈഇൻ വാഹിദ്, ഒരു കാര്യത്തിൽ ഒഴികെ, വഹുവ ഇസ്തിഫ്താഹ്. ദുആഉൽ ഇസ്തിഫ്താഹ് രണ്ടാം റക്അത്തിൽ ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാം റക്അത്തിലേക്ക് വന്നാൽ വീണ്ടും വജ്ജഹതു അല്ലെങ്കിൽ അല്ലാഹുമ്മ ബഅദ് ബൈനി അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി ഹംദൻ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നുമില്ല. വഅമ്മ തഅവ്വുദ്, പാരായണം ചെയ്യുന്നതിന് മുമ്പ്, ഖുർആൻ ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളതിൽ ഫഫീഹി ഖിലാഫുൻ ബൈനൽ ഉലമാ, ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും ശരിയായ അഭിപ്രായം എന്താ? എല്ലാ റക്അത്തിലും ഓതലാണ്. കാരണം അല്ലാഹു പറഞ്ഞു ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്, നിങ്ങൾ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഓതുക. അത് രണ്ടാം റക്അത്തിലാണെങ്കിലും മൂന്നിലാണെങ്കിലും നാലിലാണെങ്കിലും ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇസ്തിആദ ഓതുക. ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇസ്തിആദ ഓതുക. അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഷെയ്ഖ് പറയുകയാണ് ഫൈദാ സ്വല്ല റക്അത الثانിയ, അങ്ങനെ രണ്ടാമത്തെ റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ജലസ ലിത്തശഹുദ്, തശഹുദിന് വേണ്ടി ഇരിക്കണം. ജലസ ലിത്തശഹുദ്, തശഹുദിന് വേണ്ടി ഇരിക്കണം.
അഥവാ ഒന്നാമത്തെ തശഹുദ് അതിന്റെ വിധി എന്താണ്? വാജിബാണ്. ഒന്നാമത്തെ തശഹുദ് വാജിബാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മനഃപൂർവ്വം ഒഴിവാക്കി പോയാൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്. പിന്നെ എന്താ ചെയ്യാ? വീണ്ടും തശഹുദ് ഓതണം അല്ലേ? സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി. എപ്പോഴാണ് വീണ്ടും അത് വീണ്ടെടുക്കേണ്ടത്? റുക്കിനാണെങ്കിലാണ് വീണ്ടും അത് വീണ്ടെടുക്കേണ്ടത്. ഒന്നാമത്തെ തശഹുദ് എന്നുള്ളത് നിസ്കാരത്തിന്റെ വാജിബാത്തുകളിൽപ്പെട്ടതാണ്. അതാണ് ഹനഫി മദ്ഹബിന്റെയും ഹംബലി മദ്ഹബിന്റെയും ഒക്കെ വീക്ഷണം. സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് അൽബാനി, മുഹമ്മദ് അലി ആദം അൽ എത്യോപ്പി റഹിമഹുമുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാരുടെയൊക്കെ വീക്ഷണം എന്താണ്? ഒന്നാമത്തെ തശഹുദ് നിർബന്ധമാണ് എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നസായി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, ഇദാ ഖഅഅതും ഫീ കുല്ലി റകഅതൈൻ ഫഖൂലു അത്തഹിയ്യാതു ലില്ലാഹ്. നിങ്ങൾ 2 റകഅത്തിൽ ഇരുന്നാൽ അത്തഹിയ്യാത്ത് ഓതണം. അഥവാ രണ്ടാമത്തെ റകഅത്തിൽ നിങ്ങൾ അത്തഹിയ്യാത്ത് ഓതണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതായി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഇമാം നസായി ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഒന്നാമത്തെ തശഹുദിന്റെ വിധി എന്താ? അത് വാജിബാണ്. അഥവാ ഒരു വ്യക്തി ഒന്നാമത്തെ തശഹുദ് ഒഴിവാക്കി പോയി 3-ാം റകഅത്തിലേക്ക് എഴുന്നേറ്റാൽ അദ്ദേഹം സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി. അതല്ലാതെ തിരിച്ചു മടങ്ങി വരേണ്ട ആവശ്യമില്ല. സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി, അദ്ദേഹം തിരിച്ച് മടങ്ങി വരേണ്ട ആവശ്യമില്ല. റുക്കിനാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ മടങ്ങി വരണം, അടുത്ത റകഅത്തിൽ ആ സ്ഥാനത്തെത്തിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ റകഅത്ത് ബാത്തിലായിട്ടാണ് പരിഗണിക്കുക. തയ്യിബ്. ഒന്നാമത്തെ തശഹുദിന്റെ വിധി അത് വാജിബാണ്. ചില പണ്ഡിതന്മാർ സുന്നത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ തശഹുദിൽ നമ്മൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ഇഫ്തിറാഷിന്റെ ഇരുത്തം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം നമുക്ക് എല്ലാവർക്കും അറിയാം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, ഇടതേ കാല് കിടത്തി വെക്കുകയും അതിലിരിക്കുക, വലത്തെ കാല് നാട്ടിവെക്കുകയും ചെയ്യുക. അതിന്റെ രൂപം എല്ലാവർക്കും അറിയില്ലേ? ഇടത്തെ കാൽ കിടത്തി വെച്ച് അതിന് മുകളിൽ ഇരിക്കുകയും വലത്തെ കാൽ നാട്ടിവെക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു രൂപം ഇഫ്തിറാഷിൽ വന്നിരിക്കുന്നത് ഇടത്തെ കാൽ കിടത്തി വെച്ച് അതിന്റെ മുകളിൽ ഇരിക്കുകയും വലത്തെ കാൽ കിടത്തി വെക്കുകയും ചെയ്യുക. അത് നാട്ടിവെക്കാതെ കിടത്തി വെക്കുകയും ചെയ്യുക. മനസ്സിലായോ? ഇങ്ങനെ നാട്ടിവെക്കാതെ കിടത്തി വെക്കുകയും ചെയ്യുക. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതാണ്. തശഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തശഹുദിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞു, തശഹുദിൽ സുന്നത്താണോ? അഥവാ 2 കാലും നാട്ടിവെച്ച് അതിന്റെ മടമിന് മുകളിൽ ഇരിക്കൽ തശഹുദിൽ സുന്നത്തല്ല. ഏതിലാണ് സുന്നത്ത്? സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ. എന്താണ് തെളിവ്? തെളിവെന്താ? ആരും ദർസ് മുറാജ ചെയ്തില്ല അല്ലേ? തെളിവെന്താ? രണ്ട് തെളിവുകളാണ് പറഞ്ഞത്. ഒന്ന്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇരിക്കുകയും ഹാദിഹി സുന്ന എന്ന് പറയുകയും ചെയ്തു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, സഹീഹ് മുസ്ലിമിൽ. മറ്റൊന്ന്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഇരിക്കുകയും അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇന്നഹു മിനസ് സുന്ന, അത് സുന്നത്താണെന്ന് പറയുകയും ചെയ്തു. ഇമാം തബറാനി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന, അതുപോലെ തന്നെ തഹാവിയൊക്കെ ഉദ്ധരിക്കുന്ന അസറാണ്. അപ്പോൾ 2 സുജൂദിനിടയിൽ കാല് നാട്ടിവെച്ച് മടമിന് മുകളിൽ ഇരിക്കൽ സുന്നത്താണ്. പക്ഷേ ഒന്നാമത്തെ തശഹുദിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ആ ഒരു 2 സുജൂദിനിടയിലല്ലാതെ വേറെ ഒരു സാഹചര്യത്തിലും അങ്ങനെ ഇരിക്കാൻ പാടില്ല. 2 സുജൂദിനിടയിലല്ലാതെ വേറെ ഒരു സാഹചര്യത്തിലും നിസ്കാരത്തിൽ അങ്ങനെ ഇരിക്കാൻ പാടില്ല. ആ ഇരുത്തത്തിന്റെ രൂപം എല്ലാവർക്കും ഓർമ്മയില്ലേ? എങ്ങനെയാ? 2 കാല് നാട്ടിവെച്ച് മടമിന് മുകളിൽ ഇരിക്കുക. കാണിക്കണ്ടാലോ? എല്ലാവർക്കും ഓർമ്മയുണ്ട്. തൊയ്യ്. ഇനി ഒന്നാമത്തെ തശഹുദിൽ നമ്മൾ എങ്ങനെയാ കൈവെക്കേണ്ടത്? ഒന്നാമത്തെ തശഹുദിൽ നമ്മൾ എങ്ങനെയാണ് കൈവെക്കേണ്ടത്? ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യത്യസ്തമായ രൂപങ്ങൾ നമുക്ക് കാണാം. തശഹുദിൽ എങ്ങനെയാണ് കൈവെക്കേണ്ടത് എന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യത്യസ്ത ഹദീസുകൾ സ്ഥിരപ്പെട്ടതായി കാണാം. ഒന്നാമത്തെ രൂപം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു.
വളഅ യദഹു അൽ-യുംന അലാ റുക്ബതിഹി അൽ-യുംന വൽ-യുസ്റ അലാ അൽ-യുസ്റ. നമ്മുടെ വലത് കൈ വലത് കാലിന്റെ മുട്ടിലും ഇടത് കൈ ഇടത് കാലിന്റെ മുട്ടിലും ചേർത്ത് വെക്കുക. രണ്ട് മുട്ടിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? തശഹൂദിൽ വെക്കുക. ഇതാണ് ഒരു രൂപം, അബ്ദുല്ലാഹ് ഇബ്നു ഉമറിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു രൂപം. രണ്ടാമത്തെ രൂപം അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന, ഇമാം മുസ്ലിമിന്റെ അരികിൽ തന്നെ സ്ഥിരപ്പെട്ടിരിക്കുന്ന മറ്റൊരു രൂപം, നമ്മുടെ രണ്ട് കൈയും തുടയിൽ വെക്കുക. രണ്ട് കൈയും തുടയിൽ വെക്കുക. മനസ്സിലായോ? രണ്ട് രൂപങ്ങൾ മനസ്സിലായില്ലേ? തുടയിൽ വെക്കുക. ഒന്നുകിൽ രണ്ട് കൈയും മുട്ടിൽ വെക്കുക, അല്ലെങ്കിൽ രണ്ട് കൈയും തുടയിൽ വെക്കുക. മൂന്നാമത്തെ രൂപം എന്നുള്ളത് അതും അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിൽ നിന്ന് ഇമാം മുസ്ലിമിന്റെ അരികിൽ സ്ഥിരപ്പെട്ടതാണ്. യുൽഖിമു കഫ്ഫഹുൽ യുസ്റ റുക്ബതഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ മുട്ടിൽ, യുൽഖിമു എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ലുഖ്മ എന്ന് പറഞ്ഞാൽ ഒരു പിടി ഭക്ഷണത്തിനാ പറയാം. അപ്പൊ നമ്മളൊരു പിടി ഭക്ഷണം നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് വെക്കാറുള്ളത്, ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടിൽ വെക്കാറുണ്ട്. അഥവാ മുട്ട് പിടിക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കാറുണ്ട്. അപ്പൊ നമുക്ക് മൂന്ന് രൂപങ്ങളാണ് പറഞ്ഞത്. ഒന്നുകിൽ നമുക്ക് തുടയുടെ ഭാഗത്ത് വെക്കാം, അതല്ലെങ്കിൽ മുട്ടിൽ വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് മുട്ട് പിടിക്കുന്ന രൂപത്തിൽ വെക്കാം. ഈ മൂന്ന് രൂപങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. നാലാമത്തെ രൂപം എന്താണ്? നാലാമത്തെ രൂപം നമ്മുടെ ഇടത് കൈ മുട്ടിന്റെ മുകളിലും വലത് കൈ തുടയുടെ ഭാഗത്തായിട്ട് വെക്കുക. ഇടത് കൈ മുട്ടിന്റെ മുകളിലും വലത് കൈ തുടയുടെ ഭാഗത്തും വെക്കുക. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. മനസ്സിലായോ? നാല് രൂപങ്ങൾ. ഒന്നുകിൽ രണ്ട് കൈയും തുടയുടെ മുകളിൽ, അല്ലെങ്കിൽ രണ്ട് കൈയും മുട്ടിന്റെ മുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ കൈ മുട്ട് പിടിക്കുന്ന രൂപത്തിൽ, അഥവാ കൈ കുറച്ച് ഇറക്കിയിട്ട രൂപത്തിൽ. നാലാമത്തേത് ഇടത് കൈ കാൽമുട്ടിലും വലത് കൈ തുടയുടെ ഭാഗത്തും. ഈ നാല് രൂപത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ നാല് രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സുന്നത്തുകൾ എന്താ ചെയ്യേണ്ടത്? തനവ്വുഉൽ ഇബാദത്ത്, വ്യത്യസ്തമായി ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു തവണ മുട്ടിൽ വെക്കുക, ഒരു തവണ തുടയിൽ വെക്കുക, ഒരു തവണ കൈ താഴ്ത്തിട്ടുകൊണ്ട് വെക്കുക, അഥവാ മുട്ട് പിടിക്കുന്ന രൂപത്തിൽ വെക്കുക. ഇങ്ങനെ മാറി മാറി ചെയ്താൽ എല്ലാ സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്ന് പല ആളുകൾക്കും അതൊന്നും അറിയില്ല. ഇങ്ങനെ കൈവെക്കും, എവിടെയാണെന്നൊരു ശ്രദ്ധയുമില്ല. അങ്ങനെ വെക്കരുത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മനസ്സിലാക്കിക്കൊണ്ട് നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇനി നമ്മുടെ കൈ വിരലുകൾ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? തശഹൂദിൽ രണ്ട് രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ രൂപം വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്നു. നമ്മുടെ ചെറുവിരലും അതിനുശേഷമുള്ള വിരലും മടക്കി വെക്കുക, കൂട്ടി വെക്കുക. എന്നിട്ട് നമ്മുടെ എന്താ പറയാ, നടുവിരലും അതുപോലെ തന്നെ തള്ളവിരലും റൗണ്ടാക്കിയിട്ട് വെക്കുക. അതിനുശേഷം നമ്മുടെ ചൂണ്ടുവിരൽ ചൂണ്ടിക്കൊണ്ടിങ്ങനെ വെക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു രൂപം വാഇൽ ഇബ്നു ഹുജറിന്റെ ഹദീസിൽ. മനസ്സിലായോ? ചെറുവിരലും അതിനുശേഷമുള്ള വിരലും പൂർണ്ണമായി മടക്കുക, നടുവിരലും തള്ളവിരലും ഈ രൂപത്തിൽ ഒരു റൗണ്ടാകുന്ന രൂപത്തിൽ പിടിക്കുക. എന്നിട്ട് നമ്മുടെ ചൂണ്ടുവിരൽ ചൂണ്ടി പിടിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു രൂപം. രണ്ടാമത്തെ രൂപം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്നു. എല്ലാ വിരലുകളും പൂട്ടിവെച്ച് ചൂണ്ടുവിരൽ മാത്രം ചൂണ്ടിവെക്കുക. എല്ലാ വിരലുകളും പൂട്ടിവെച്ച് ചൂണ്ടുവിരൽ മാത്രം ചൂണ്ടിവെക്കുക. ഈ രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മനസ്സിലായോ? ഒന്നുകിൽ ഇങ്ങനെ, അതല്ലെങ്കിൽ ഇങ്ങനെ. ഈ രണ്ട് രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? ഇനി എപ്പോഴാണ് വിരൽ ഉയർത്തേണ്ടത്? തശഹൂദിൽ പ്രവേശിച്ച ഉടൻ തന്നെ വിരൽ ഉയർത്തി വെക്കണം. തശഹൂദിൽ നമ്മൾ ഇരിക്കുന്നതിന്റെ തുടക്കത്തിൽ തന്നെ വിരൽ ഉയർത്തി വെക്കണം. ചില ആളുകൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അഫ്വൻ ചില ഫുഖഹാക്കൾ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴാണ് വിരൽ ഉയർത്തേണ്ടത് എന്നതിന് തെളിവില്ല. മറിച്ച് തെളിവുകളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത് തശഹൂദിലായിരിക്കെ വിരൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. തശഹൂദിലായിരിക്കെ വിരൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ല ആ കാര്യങ്ങള്? തശഹൂദിൽ എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞു. ഇരുത്തത്തിന്റെ രണ്ട് രൂപങ്ങൾ നമ്മൾ പറഞ്ഞു. കൈ വെക്കേണ്ടതിന്റെ 4 രൂപങ്ങൾ നമ്മൾ പറഞ്ഞു. വിരലുകൾ വെക്കേണ്ടതിന്റെ 2 രൂപങ്ങളും നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവസാനം ചോദിക്കുക. അതിനുശേഷം വയഖറഉ തശഹൂദ്, അങ്ങനെ ഇരുന്നതിന് ശേഷം എന്ത് ചെയ്യുക? തശഹൂദ് ഓതുക. വഖദ് വറദ ഫീഹി സിഫാത്തുൻ മുതഅദ്ദിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തശഹൂദിന്റെ വ്യത്യസ്ത രൂപങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തശഹൂദിന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ വന്നിട്ടുണ്ട്.
അതിൽ പ്രധാനപ്പെട്ട ചില രൂപങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അത് ഇൻഷാ അല്ലാഹ് ഞാൻ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ അദ്കാറുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു പേപ്പറായിട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം കേൾക്കുക, മനസ്സിലാക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ അത് കിട്ടിയാൽ പഠിക്കുക. പ്രധാനമായും തശഹൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 4 രൂപങ്ങളാണ് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത്. ഒന്നാമത്തേത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന തശഹൂദ് എന്താണത്? അത്തഹിയ്യാതു ലില്ലാഹ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്, ഇതിൽ ഏതെങ്കിലും ഒരു രൂപമായിട്ട് നമ്മൾ പറയുന്നതിന് സാദൃശ്യമുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് വന്നിരിക്കുന്നത് അത്തഹിയ്യാതു ലില്ലാഹ് വസ്സലവാതു വത്വയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന തശഹൂദ്. ഇതാണ് വന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രബലമായ തശഹൂദ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഏറ്റവും അധികം സ്വീകരിച്ചിരിക്കുന്നതും ഈ ഒരു തശഹൂദാണ് ഇബ്നു മസ്ഊദിൽ നിന്ന്. രണ്ടാമത്തെ രൂപം ഇബ്നു അബ്ബാസിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന തശഹൂദാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു അത്തഹിയ്യാത്തുൽ മുബാറകാത്ത് അസ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അതുപോലെ തന്നെ ലൈസ് ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അവരൊക്കെ ഈ ഒരു തശഹൂദിനാണ് മുൻഗണന നൽകിയിരുന്നത്. 2 തശഹൂദ് പറഞ്ഞു. മൂന്നാമത്തേത് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതാണ്. അത്തഹിയ്യാതു ത്വയ്യിബാതു സ്സലവാതു ലില്ലാഹ് അത്തഹിയ്യാതു ത്വയ്യിബാതു സ്സലവാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതാണ്. നാലാമത്തെ രൂപം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അദ്ദേഹം മിമ്പറിൽ കയറി ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു തശഹൂദാണ്. എന്താണ് ഇതിന്റെ രൂപം? അത്തഹിയ്യാതു ലില്ലാഹ് അസ്സാകിയാതു ലില്ലാഹ് അത്വയ്യിബാതു സ്സലവാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതാണ് ഇമാം മാലിക് റഹിമഹുള്ളയൊക്കെ മുൻഗണന നൽകാറുള്ള തശഹൂദ്. ഇത് ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അവസാന തശഹൂദൊക്കെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ചില ആളുകൾ, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ നമ്മൾ ചിന്തിക്കുക, എത്ര വർഷമായി നമ്മൾ നിസ്കരിക്കുന്നു, നിസ്കാരത്തെ കുറിച്ച് പോലും വ്യക്തമായ ധാരണ നമുക്കില്ല. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന സുന്നത്തുകൾ, അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ, അതിനെക്കുറിച്ച് ധാരണ നമുക്കില്ല. എന്നിട്ട് നമ്മുടെ ചർച്ചകളോ വലിയ വലിയ വിഷയങ്ങൾ, അനാവശ്യമായ കുറെ കാര്യങ്ങൾ, വേണ്ടാത്ത കുറെ തർക്കങ്ങൾ, ഇതിലാണ് നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ നിസ്കാരം, നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ നല്ല രൂപത്തിൽ പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളൊക്കെ നമ്മളിലൂടെ ഈ ഭൂമിയിൽ ഹയാത്താക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ 4 തശഹൂദിന്റെ രൂപങ്ങൾ നമ്മൾ പഠിക്കുക. അങ്ങനെ മാറി മാറി അത് ചെയ്യുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിക്കൊണ്ടാണ് ജനങ്ങൾക്ക് തഹിയ്യാത്ത് പഠിപ്പിച്ചു കൊടുത്തത്. അത്തഹിയ്യാതു ലില്ലാഹ് അസ്സാകിയാതു ലില്ലാഹ്. ഇതൊക്കെ നമ്മൾ പറയാറുണ്ടോ? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഈ തഹിയ്യാത്തിന്റെ രൂപങ്ങൾ, തശഹൂദിന്റെ വ്യത്യസ്ത രൂപങ്ങൾ പഠിക്കാനും അത് പറയാനും നമ്മൾ പരിശ്രമിക്കുക. അത് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ പേപ്പർ ഇൻഷാ അല്ലാഹ് നൽകാം. തയ്യിബ്. ഇനി ഒന്നാമത്തെ തശഹൂദിന് ശേഷം, ഒന്നാമത്തെ തശഹൂദിന്റെ ഹുക്ം എന്താണ്? വാജിബാണ്. അതിനുശേഷം തശഹൂദ് ഇതുവരെ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതിനുശേഷം സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒന്നാം തശഹൂദിൽ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഒന്നാം തശഹൂദിൽ സ്വലാത്ത് ചൊല്ലേണ്ടതില്ല. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് ഒന്നാമത്തെ തശഹൂദിൽ അഥവാ ഒന്നാമത്തെ തഹിയ്യാത്തിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അവിടെ നിർത്തുക. സ്വലാത്ത് ചൊല്ലേണ്ടതില്ല. അതിനുശേഷം സ്വലാത്ത് ചൊല്ലേണ്ടതില്ല.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റകഅതൈൻ കഅന്നഹു അലാ റൗസ്. ഇമാം നസഈ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റകഅത്തിനിടയിലുള്ള ഇരുത്തത്തിൽ ചുട്ടുപൊഴിപ്പിച്ച കല്ലിന്റെ മുകളിൽ ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കാറ്. എന്ന് പറഞ്ഞാൽ അധികം ദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാറില്ല. അധികം ദൈർഘ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കാറില്ല. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ഇബ്നു അബീ ശൈബ, ഇമാം അബ്ദുർ റസ്സാഖ് അസ്സനആനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നതായി കാണാം, അവർ ചുട്ടുപൊഴിപ്പിച്ച കല്ലിൻ മുകളിൽ ഇരിക്കുന്നത് പോലെയാണ് 2 റകഅത്തിനിടയിൽ ഇരിക്കാറ്. അഥവാ അവിടെ തശഹുദ് മാത്രമാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്. തശഹുദ് മാത്രമാണ് പഠിപ്പിക്കപ്പെട്ടത്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ പറഞ്ഞു, ലാ യസീദു അല തശഹുദി ശൈഅ, തശഹുദിന്റെ മുകളിൽ ഒന്നും അധികരിപ്പിക്കേണ്ടതില്ല. വ അലൈഹിൽ അമൽ, അതാണ് മുസ്ലിം ഉമ്മത്ത് അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർ ചെയ്തു വന്നിരിക്കുന്ന അമൽ എന്ന് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായോ? ഇപ്പൊ ഇന്ന് ചില ആളുകളുടെ ധാരണ എന്താ, നമ്മൾ ഒന്നാമത്തെ തശഹുദിലും രണ്ടാമത്തേതിൽ ഇരുന്നാൽ അവിടെ ചെല്ലുന്നതൊക്കെ തശഹുദാണ് എന്നാണ്. വാസ്തവത്തിൽ തശഹുദ് എന്ന് പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വരെയാണ്. അതിനുശേഷമുള്ളത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സ്വലാത്താണ്. അതിനുശേഷമുള്ള അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറയുന്ന കാവൽ തേടുകൾ ദുആയാണ്. ഇപ്പൊ 3 കാര്യങ്ങളുണ്ട്: തശഹുദ്, സ്വലാത്ത്, ദുആ. ഇവിടെ ഒന്നാമത്തെ 2 റകഅത്തിന് ശേഷമുള്ള ഇരുത്തത്തിൽ തശഹുദ് മാത്രമേ പറയേണ്ടതുള്ളൂ. സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സ്വഹാബികളിൽ നിന്നോ സ്ഥിരപ്പെട്ടു വരാത്തതാണ്. ഇൽമിയായ അമാനത്തിന് വേണ്ടി സൂചിപ്പിക്കട്ടെ, ആ വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായോ? ഇപ്പൊ 2ാമത്തെ റകഅത്ത് കഴിഞ്ഞു, അവിടെ തശഹുദിൽ നമ്മൾ ഇരുന്നു, അവിടെ കൈവെക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം തശഹുദ് പാരായണം ചെയ്യുക, 4 രൂപത്തിൽ തശഹുദ് പാരായണം ചെയ്യുക. അതിനുശേഷം വൈൻ കാന ഫീ സുലാസിയ്യത്തിൻ ഔ റുബാഇയ്യ ഖാമ ബഅദ തശഹുദിൽ അവ്വലി റാഫിഅൻ യദഹു കമാ റഫഅഹ ഇൻദ തക്ബീറത്തിൽ ഇഹ്റാം. 2ാമത്തെ റകഅത്തിൽ നിന്ന് 3ാമത്തെ റകഅത്തിലേക്ക് വരുമ്പോൾ കൈ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വരിക. കൈ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വരിക. എവിടെ വരെ കൈ ഉയർത്തേണ്ടത്? ഒന്നുകിൽ ഷോൾഡറിന് നേരെ അല്ലെങ്കിൽ ചെവിക്ക് നേരെ. മാലിക് ഇബ്നുൽ ഹുവൈരിസിന്റെയും അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെയും ഹദീസിൽ വന്നിരിക്കുന്നത് പോലെ ഇവിടെ കൈ ഉയർത്തൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായിട്ട് അവിടെ കൈ ഉയർത്താറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി അവിടെ കൈ ഉയർത്താറുണ്ട്. മനസ്സിലായില്ലേ? തശഹുദിൽ നിന്ന് 3ാം റകഅത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ പതിവായി കൈ ഉയർത്താറുണ്ട്. പതിവായിട്ട് കൈ ഉയർത്താറുള്ള 4 സ്ഥലങ്ങൾ ഏതൊക്കെയാ? തക്ബീറത്തുൽ ഇഹ്റാം, റുകൂഇലേക്ക് പോകുമ്പോൾ, റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ, 2ാമത്തെ റകഅത്തിൽ നിന്ന് 3ാം റകഅത്തിലേക്ക് വരുമ്പോൾ. ഇനി സുജൂദിലൊക്കെ കൈ ഉയർത്താമോ? ഉയർത്തൽ അനുവദനീയമാണ്. ഇടക്കൊക്കെ ഉയർത്തൽ അനുവദനീയമാണ്. മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തിയതായി പറയുന്നത് ഇമാം നസഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഷെയ്ഖ് അബ്ബാദും ഷെയ്ഖ് അലി ആദം അൽ എത്യോപ്പിയും ഒക്കെ അങ്ങനെ ചെയ്യൽ, ഇടക്കൊക്കെ ചെയ്യൽ സുന്നത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. തയ്യിബ്, അതുവരെ മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ 3ാമത്തെ റകഅത്തിലേക്ക് വന്നു. അതിനുശേഷം കൈ കെട്ടണം. അതും നമ്മളൊന്ന് പറഞ്ഞു. കൈ എവിടെയാണെങ്കിൽ കെട്ടാം, അതല്ലാതെ നെഞ്ചിന്റെ മുകളിൽ കെട്ടണം എന്നില്ല. അത് നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ ഫാത്തിഹ ഓതും. ഫാത്തിഹയ്ക്ക് ശേഷം 3ാമത്തെ റകഅത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതാമോ? ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഇൻ ഖറഅ അഹ്യാനൻ ലിവുറൂദിഹി ഫീ ളാഹിരി വഇൻ ഖറഅ അഹ്യാനൻ ഫലാ ബഅസ് ലിവുറൂദിഹി ഫീ ളാഹിരി ഹദീസ് അബീ സഈദ് അൽ ഖുദ്രി. ഇടക്കൊക്കെ ഒരു വ്യക്തി സൂറത്ത് ഓതുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ സഹോദരങ്ങളെ ബാറക്കല്ലാഹു ഫീക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3-4 റകഅത്തുകളിൽ, ഇനി മഗ്രിബ് നിസ്കാരമാണെങ്കിൽ 3ാമത്തെ റകഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഓതാറുണ്ടായിരുന്നു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു, കാന യഖറഉ ഫി റകഅതൈൻ അൽ-ഉഖറയൈൻ ബിഫാത്തിഹത്തിൽ കിതാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3-4 റകഅത്തുകളിൽ ഫാത്തിഹ മാത്രമേ ഓതാറുള്ളൂ. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ എന്തേ ഓതാറുള്ളൂ? ഫാത്തിഹ മാത്രം. എന്നാൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന യഖറഉ ഫിൽ ഉഖറയൈൻ ഖദറ 15 ആയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 15 ആയത്തുകൾ ഓതുന്ന സമയമൊക്കെ എടുത്തുകൊണ്ട് മറ്റു ചില സൂറത്തുകളും ഓതാറുണ്ട് എന്നാര് പറയുന്നു? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ഹദീസിന്റെ വിധി എന്താ? സ്വഹീഹാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്.
ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നതിൽ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു 3-4 റക്അത്തുകളിൽ പ്രവാചകൻ ഫാത്തിഹ മാത്രമേ ഓതാറുള്ളൂ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3-4 റക്അത്തുകളിൽ ഓതാറുണ്ട്. അപ്പൊ നമ്മുടെ മുമ്പിൽ 2 ഹദീസ് ബാഹ്യമായി നോക്കുമ്പോൾ വൈരുദ്ധ്യമായിട്ട് തോന്നും. അബൂ ഖതാദ പറയുന്നു 3-4 ഓതാറില്ല, അബൂ സഈദ് പറയുന്നു ഓതാറുണ്ട്. എന്താണ് അതിന് മറുപടി? ഇമാം സനആനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുബുലുസ് സലാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു تكون الزيادة عليها فيهما سنة. ഫാത്തിഹയ്ക്ക് പുറമെ സൂറത്ത് ഓതൽ സുന്നത്താണ്, പക്ഷേ തുഫഅലു അഹ്യാനൻ വതുത്റകു അഹ്യാനൻ, ചിലപ്പോഴൊക്കെ ഓതാം ചിലപ്പോൾ ഓതാതിരിക്കാം. അതാകുമ്പോൾ 2 ഹദീസ് അനുസരിച്ച് നമ്മൾ അമൽ ചെയ്തു. മനസ്സിലായോ? 3-4 റക്അത്തുകളിൽ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതാം. അത് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അബൂ സഈദ് അൽ ഖുദ്രി ഉദ്ധരിക്കുന്നത് പോലെ ഇടയ്ക്ക് നമുക്ക് സൂറത്ത് ഓതുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നിരന്തരം സ്ഥിരമായിട്ട് സൂറത്ത് ഓതാതിരിക്കലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സൂറത്ത് ഓതുകയോ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണ്? ഇടയ്ക്ക് ഓതുക, ഇടയ്ക്ക് ഓതാതിരിക്കുക. ളുഹ്ർ നിസ്കാരത്തിൽ അല്ലെങ്കിൽ അസ്ർ നിസ്കാരത്തിൽ 3-4 റക്അത്തിൽ ഇപ്പൊ നമ്മൾ ഫാത്തിഹ ഓതി ഇമാം റുക്കൂഇലേക്ക് പോയില്ല, നമുക്ക് സമയമുണ്ട്, എന്തെങ്കിലും ചെറിയ സൂറത്ത് ഓതാം. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ആ ഒരു അഭിപ്രായത്തിലേക്കാണ് ഇമാം തഹാവി, അതുപോലെ തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം, സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് അവിടെ 3-ാമത്തെ റക്അത്തിൽ വന്നു, ഫാത്തിഹ ഓതി, അതിനുശേഷം സൂറത്തിന്റെ വിധി നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? 1-ാമത്തെ റക്അത്തിൽ പറഞ്ഞതുപോലെ റുക്കൂഇലേക്ക് പോവുക, ഇഅ്തിദാൽ വരിക, 2 സുജൂദ്, പിന്നെ 4-ാമത്തെ റക്അത്ത് അതുപോലെ തന്നെയാണ്. 4-ാമത്തെ റക്അത്തിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യും? ഇരിക്കും. 4-ാമത്തെ റക്അത്തിൽ 2 സുജൂദ് ചെയ്തതിന് ശേഷം നമ്മൾ ഇരിക്കും. ഏതിരുത്താണ് ഇരിക്കേണ്ടത്? തവർറുക്കിന്റെ ഇരുത്തം. യജ്ലിസു മുതവർരികൻ, തവർറുക്കിന്റെ ഇരുത്തം. നേരത്തെ നമ്മൾ പറഞ്ഞ ഇഫ്തിറാഷ് അതുപോലെ തവർറുക്ക്, അതിന്റെയൊക്കെ ഹുക്ം എന്താ? സുന്നത്താണ്. അതിന്റെയൊക്കെ ഹുക്ം സുന്നത്താണ്. തവർറുക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 3 രൂപങ്ങളാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. തവർറുക്കിന്റെ ഇരുത്തത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 3 രൂപങ്ങളാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. 1-ാമത്തെ രൂപം നമ്മുടെ വലത് കാൽ നാട്ടിവെക്കുകയും ഇടത് കാൽ വലത് കാലിന്റെ കണങ്കാലിലൂടെ പുറത്തേക്കിടുകയും ചെയ്യുക. നമ്മുടെ പിറകുവശത്തിരിക്കുക, എന്നിട്ട് വലത് കാൽ നാട്ടിവെച്ച് ഇടത് കാൽ വലത് കാലിന്റെ കണങ്കാലിലൂടെ പുറത്തേക്കിടുക. അതാണ് ഒരു രൂപം. മനസ്സിലായോ? അത് ഇമാം ബുഖാരി റഹിമഹുല്ലയിൽ നിന്ന്, ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ അരികിൽ അബൂ ഹുമൈദ് അസ്സാഇദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അഥവാ നമ്മുടെ വലത് കാൽ ഇങ്ങനെ നാട്ടിവെക്കുക, വലത് കാലിനെ നാട്ടിവെക്കുക, വലത് കാല് നാട്ടിവെക്കുക, ഇടത് കാൽ നമ്മുടെ പിറകുവശത്ത് ഇരിക്കുക, നമ്മുടെ പിറകുവശത്ത് നിലത്തിരിക്കുകയും വലത് കാൽ നാട്ടിവെച്ച് വലത് കാലിന്റെ കണങ്കാലിലൂടെ ഇടത് കാൽ പുറത്തേക്കിടുകയും ചെയ്യുക. അതാണ് ഒരു രൂപം. 2-ാമത്തെ രൂപം നമ്മുടെ 2 കാലും കിടത്തി വെക്കുക, എന്നിട്ട് നമ്മുടെ പിറകുവശത്തിരിക്കുക. 2 കാലും കിടത്തി വെക്കുക, നമ്മുടെ പിറകുവശത്തിരിക്കുക. അതാണ് 2-ാമത്തെ രൂപം. 3-ാമത്തെ രൂപം വന്നിരിക്കുന്നത് നമ്മുടെ നേരത്തെ നാട്ടിവെക്കാൻ വേണ്ടി പറഞ്ഞ കാലില്ലേ, നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ആ രൂപം തന്നെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. വലത് കാൽ നാട്ടിവെച്ച് ഇടത് കാൽ അകത്തേക്കൂടി ഇടുക എന്നല്ല പറഞ്ഞത്. അതിന് പകരമായിട്ട് വലത് കാൽ കിടത്തി വെക്കുക. ഈ 3 രൂപങ്ങളാണ് വന്നിരിക്കുന്നത്. ഇന്നുകൂടി ഞാൻ പറയാം, അഥവാ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ, തവർറുക്കിന്റെ 1-ാമത്തെ രൂപം, ഇത് മലയാളത്തിൽ എങ്ങനെ പറയാൻ എനിക്കറിയില്ല. തവർറുക്കിന്റെ 1-ാമത്തെ രൂപം നമ്മുടെ വലത് കാല് നാട്ടിവെക്കുക, നമ്മുടെ പിറകു വശത്ത് നിലത്തിരുന്നതിന് ശേഷം വലത് കാല് നാട്ടിവെക്കുക, ഇടത് കാൽ വലത് കാലിന്റെ കണങ്കാലിലൂടെ പുറത്തേക്ക് വെക്കുക. അപ്പൊ നമ്മുടെ വിരല് നേരെയായിരിക്കും, ഖിബ്ലക്ക് നേരെയല്ല, മറിച്ച് നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. 2-ാമത്തെ രൂപം എന്നുള്ളത് 2 കാലും കിടത്തി വെക്കുക, 2 കാലും കിടത്തി വെക്കുക, ഒന്നും നാട്ടിവെക്കേണ്ടതില്ല. 2 കാലും ഒരേപോലെ വെക്കുക. 3-ാമത്തെ രൂപം എന്നുള്ളത് വലത് കാൽ നേരത്തെ നമ്മൾ നാട്ടിവെച്ചതിന് പകരം പിറകിലേക്ക് വെക്കുക. അഥവാ ഖിബിലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. വലത് കാലിന്റെ വിരലുകൾ ഖിബിലക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഇടത് കാൽ എങ്ങനെയാണോ വെച്ചിരിക്കുന്ന ആ രൂപത്തിൽ തന്നെ വെക്കുക. ഇനി ഞാൻ പറഞ്ഞ മറ്റൊരു രൂപമുണ്ട്, അതും ചില പണ്ഡിതന്മാർ അനുവദിച്ചതാണ്. അത് നിങ്ങൾക്ക് ഇരിക്കുന്നെങ്കിൽ അങ്ങനെയും ഇരിക്കാം. അതേതാണ് രൂപം? ആ രൂപത്തിൽ, അഥവാ നമ്മുടെ വലത് കാലിന്റെ മുകളിൽ, കണങ്കാലിന്റെ മുകളിൽ, ഇതുവരെ പറഞ്ഞതൊക്കെ കണങ്കാലിന്റെ താഴെ കൂടി ഇടാനാ.
കണങ്കാലിന്റെ മുകളിൽ വെക്കുക. അത് ചില പണ്ഡിതന്മാർ അതിന് നിരൂപണം നടത്തിയിട്ടുണ്ട്. ബഹുമാനനായ അധ്യാപകൻ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിദുള്ളാഹി പറയുന്നു, അങ്ങനെയല്ല അതിന്റെ ഉദ്ദേശം, മറിച്ച് ആ ഹദീസിന്റെ വ്യാഖ്യാനം, ശരിയായ വ്യാഖ്യാനം കണങ്കാലിന്റെ അടിയിലൂടെ ഇടാനാണ്. പക്ഷേ മുകളിലൂടെ ഇടാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അതുകൊണ്ട് ആ രൂപത്തിൽ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അത് തെറ്റില്ല. മനസ്സിലായോ? അപ്പൊ ഈ 3 രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രധാനമായും വന്നിരിക്കുന്നത്. സുമ്മ യഖറഉ തശഹുദ് അൽ അഖീർ. അങ്ങനെ ഇരുന്നതിന് ശേഷം എന്ത് ചെയ്യുക? തശഹുദ് ഓതുക. തശഹുദിന്റെ 4 രൂപങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു. തശഹുദ് എന്ന് പറഞ്ഞാൽ എന്താ? അത്തഹിയ്യാത്ത്. തശഹുദിന്റെ 4 രൂപങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു. വയുളീഫു അല തശഹുദിൽ അവ്വൽ. ഒന്നാമത്തെ തശഹുദിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഓതേണ്ടത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ഒന്നാമത്തെ തശഹുദിന്റെ വിധി എന്താ? വാജിബാണ്. അവസാനത്തെ തശഹുദോ റുക്നാണ്. അവസാനത്തെ തശഹുദ് റുക്നാണ്. തശഹുദ് ഓതിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. തശഹുദ് ഓതിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യമാണ്. എന്താണ് ആ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ വിധി? സുന്നത്താണ്. അവസാന തശഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതാണ്. അതുപോലെ തന്നെ ഇമാം ഇബ്നു ജരീർ അത്വബരി, ഇമാം ഇബ്നുൽ മുൻസിർ, ഇബ്നു അബ്ദുൽ ബർ, സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാ, അവരുടെയൊക്കെ അഭിപ്രായം അനുസരിച്ച് അവസാന തശഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. അത് നിർബന്ധമാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അവസാന തശഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. പക്ഷെ ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് അത് സുന്നത്താണ്. എന്താണ് അതിന് തെളിവ്? ഒരു വ്യക്തിയോട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തശഹുദ് പഠിപ്പിച്ചു കൊടുത്ത ശേഷം ഇബ്നു മസ്ഊദ് അദ്ദേഹത്തോട് പറഞ്ഞു, തശഹുദ് ഓതിയതിനു ശേഷം നിനക്ക് വേണമെങ്കിൽ ഇരിക്കാം, നിനക്ക് വേണമെങ്കിൽ സലാം വീട്ടാം, അല്ലെങ്കിൽ നിനക്ക് ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. തശഹുദ് ഓതിയതിനു ശേഷം ഒന്നുകിൽ നിനക്ക് സലാം വീട്ടാം, അല്ലെങ്കിൽ നിനക്ക് ദുആ ചെയ്യാമെന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞത് അവസാന തശഹുദിൽ തശഹുദ് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അതിന്റെ ഹുക്ം എന്താ? സുന്നത്താണ്. അത് വാജിബാണെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അത് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടി വരും. ഇവിടെ അതിന്റെ ശരിയായ ഹുക്ം സുന്നത്താണ്. അതാണ് ഹദീസുകൾ മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തശഹുദ് ഉദ്ധരിച്ച ഒരു സഹാബി പോലും അതിന്റെ കൂടെ സ്വലാത്ത് ഉദ്ധരിച്ചിട്ടില്ല. അത് വാജിബാണെങ്കിൽ അവർ ഉദ്ധരിക്കുമായിരുന്നു. സ്വലാത്തിന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ തശഹുദിലേതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. 2 രൂപം മാത്രം ഞാൻ പറയാം. ഒന്നാമത്തേത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇതാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്ന സ്വലാത്ത്. ഇമാം ബുഖാരി കഅബ് ബിൻ ഉജ്റയിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്ന സ്വലാത്ത്. ഞാൻ ആവർത്തിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതുപോലെ അദ്കാറുകൾ നിങ്ങൾക്ക് ഞാൻ നൽകും. രണ്ടാമത്തേത് അബൂ ഹുമൈദ് അസ്സാഇദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു, اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد. الإمام مسلم رحمه الله ഉദ്ധരിച്ചിരിക്കുന്നതാണ് അബൂ ഹുമൈദ് അസ്സാഇദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മൾ ഒരു തവണയെങ്കിലും ഇതൊക്കെ നിസ്കാരത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പൊതുവെ പണ്ട് മുതലേ പഠിച്ചു വന്നിരിക്കുന്ന ഒരു ശൈലി, അത് മാത്രം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് പറയും. അത് പറയുന്നത് ന്യൂനതയോ കുറവോ അല്ല, അത് പറയൽ തന്നെ പൂർണ്ണതയാണ്. പക്ഷേ ഇതുകൂടി പഠിച്ച് മാറി മാറി പറയലാണ് ഏറ്റവും നല്ലത്. മറ്റേത് പൂർണ്ണതയ്ക്ക് കുറവുണ്ടായിട്ടല്ല, പക്ഷേ അതാണ് കൂടുതൽ പൂർണ്ണമായ കാര്യം. അതാണ് സലഫുസ് സാലിഹീങ്ങളുടെ മാർഗം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒന്നിലധികം രൂപത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ഈ സുന്നത്തുകൾ നമ്മൾ ഗൗരവത്തോടു കൂടി എടുക്കുക.
കേവലം ദിക്ർ ചെല്ലുന്നതിന്റെ പ്രതിഫലത്തിന് പുറമെ ഈ സുന്നത്തുകൾ നമ്മിലൂടെ ഹയാത്താകുമ്പോൾ അത് ഹയാത്താക്കിയ പ്രതിഫലം നമുക്ക് ലഭിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ഹയാത്താക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. പ്രവാചകന്റെ സുന്നത്തുകളെ ഹയാത്താക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അസ്വാജി വസുർരിയതി എത്ര ആളുകൾ പറയാറുണ്ട്, അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് അറിയാം? ഒരുപക്ഷെ പല ആളുകളും ആദ്യമായിട്ടായിരിക്കും അത് കേൾക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, നിസ്കാരം, അതുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ നന്നായി പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അങ്ങനെ തശഹൂദ് ഓതി അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി പിന്നെന്താ ചെയ്യേണ്ടത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ തശഹദ അഹദുകും ഫല്യസ്തഇദ് ബില്ലാഹി മിൻ അർബഅ മുത്തഫഖുൻ അലൈഹി. നിങ്ങൾ ആരെങ്കിലും തശഹൂദ് ഓതി കഴിഞ്ഞാൽ 4 കാര്യങ്ങളിൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. 4 കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? അഊദു ബില്ലാഹി മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്നതാണ്. 4 കാര്യങ്ങൾ നിങ്ങൾ കാവൽ ചോദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഏതൊക്കെയാ 4 കാര്യങ്ങൾ? മിൻ അദാബി ജഹന്നം, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്. വമിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്. ഇതൊക്കെ സഹോദരങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സമയം കുറവായതുകൊണ്ട് അധികം ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ മനസ്സറിഞ്ഞ് പറയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ നിസ്കരിക്കാറുണ്ട്, മഗ്രിബ് നിസ്കരിച്ചു, അസ്ർ നിസ്കരിച്ചു, ളുഹർ നിസ്കരിച്ചു. പക്ഷേ ഈ ഒരു പ്രാർത്ഥന പറയുമ്പോൾ എന്റെ ഖബറിലെ ശിക്ഷ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പ്രാർത്ഥിക്കുന്നത് എന്നൊരു ചിന്ത പോലും നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. നമ്മളിങ്ങനെ നിസ്കരിക്കും, അല്ലാഹു മിൻ അഊദുക മിൻ അദാബിൽ ഖബർ മിൻ അദാബിന്നാർ, പെട്ടെന്ന് പറയും, സലാം വിട്ടു, അല്ലേ? ഒരു നല്ലൊരു ഭാഗം മുസ്ലിമുകളുടെ അവസ്ഥ അതാണ്. ഈ ദിക്റുകളുടെ അർത്ഥം ചിന്തിക്കാറില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അല്ലാഹുവേ നരകത്തെ തൊട്ട് എന്നെ നീ കാത്തുരക്ഷിക്കണം. നരകത്തെ തൊട്ട് മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ എല്ലാവരും നരകത്തിലേക്ക് പോകും, സിറാത്ത് എല്ലാവരും കാണേണ്ടി വരും, വൈം മിൻകും ഇല്ലാ വാരിദുഹ തുടങ്ങിയ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ അവർ കരയും. അവരുടെ മനസ്സിന്റെ ഭീതിയാണ്, പേടിയാണ്. നമുക്ക് എന്താ ഉള്ളത്? വമിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷ, ഖബറിലെ ശിക്ഷ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു. നമ്മളെല്ലാവരും ഖബറിന്റെ ഇടുക്കം നമുക്കുണ്ടാകും, നമ്മളെല്ലാവർക്കും ഉണ്ടാകും ഖബറിന്റെ ഇടുക്കം. ഖബറിലേക്ക് ഒരു മയ്യത്തിനെ ഇറക്കി വെച്ചാൽ ഖബറാളിയെ ഒന്ന് ഇടുക്കും, ഒന്ന് പ്രയാസപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഒരാൾക്ക് ഒഴിവാകുമെങ്കിൽ അത് സഅദ് ഇബ്നു മുആദിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി കൊടുക്കേണ്ടത്. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഇന്നായിരിക്കാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കാം. മരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ തീയതിയിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളൂ. എപ്പോഴാണെന്ന കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ ഖബറിലേക്ക് നമ്മെ ഇറക്കി വെക്കുമ്പോൾ അവിടെയുള്ള പ്രയാസം, അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ, അത് നീങ്ങാൻ വേണ്ടിയിട്ടാണ് നിരന്തരം നമ്മൾ ഒരു ദിവസം ചുരുങ്ങിയത് 5 തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വമിൻ ഫിത്നത്തിൽ മഹ്യാ, അല്ലാഹുവേ ഈ ജീവിതത്തിൽ എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ മുസീബത്ത് ഉണ്ടാവരുത്. ജീവിതത്തിൽ മുസീബത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ നഷ്ടം, അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഇടിച്ചു, അങ്ങനെയുള്ള മുസീബത്തുകളല്ല പ്രധാനമായും ഉദ്ദേശം. മറിച്ച് ജീവിതത്തിൽ മുസീബത്ത് എന്ന് പറഞ്ഞാൽ ദീനിന് വരുന്ന പരീക്ഷണങ്ങളാണ്. ഒരു വ്യക്തി നല്ല ദീനിയായ വസ്ത്രമിട്ട് നടക്കുമ്പോൾ ആളുകൾ അവനെ പരിഹസിക്കുന്നു. ദീൻ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ ആളുകൾ അവനുമായി ബന്ധം വിച്ഛേദിക്കുന്നു. ഇങ്ങനെ ദീനിൽ പരീക്ഷിക്കുന്നതിനെ തൊട്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതാണ് പ്രധാനം. അതിനുശേഷം ഭൗതികമായ കാര്യങ്ങളും അതിൽപ്പെടും. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, അല്ലാഹുവേ മരണസമയത്തുള്ള പ്രയാസത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ അവിടെയുള്ള പ്രയാസം, ഇഹ്തിലാർ, ജീവിതത്തിന്റെ അവസാന സമയത്ത് ഞാൻ മരണശൈലിയിൽ കിടക്കുമ്പോൾ അവിടെയുള്ള പ്രയാസം, അല്ലെങ്കിൽ ആ ഒരു ഫിത്നയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഷർറിൽ നിന്നും റബ്ബേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എത്ര മഹത്വമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ 4 കാര്യങ്ങളിൽ നിന്ന് തശഹൂദിൽ കാവൽ ചോദിക്കുക എന്നുള്ളത് വാജിബാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ 4 കാര്യങ്ങളിൽ തശഹൂദിൽ കാവൽ ചോദിക്കുക എന്നുള്ളത് വാജിബാണ്. അത് ശരിയായ അഭിപ്രായമല്ല. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞതുപോലെ അക്സറുൽ ഉലമാഇ അല ഇസ്തിഹ്ബാബ്, ഭൂരിപക്ഷം ഉലമാക്കളും അത് സുന്നത്താണെന്നുള്ള അഭിപ്രായക്കാരാണ്. പക്ഷേ പണ്ഡിതന്മാർ അത് വാജിബാണെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയാൻ പരിശ്രമിക്കുക. ഇന്ന് ഇശാ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത വരണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അതുപോലെ തന്നെ മിൻ അദാബി ജഹന്നം വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്,
ആ പ്രാർത്ഥനകൾ പറയുമ്പോൾ അതിന്റെ ആശയം നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. മുൻഗാമികൾ അതിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം, ത്വാഊസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മകൻ ഒരു ദിവസം നിസ്കരിച്ചപ്പോൾ ഇത് പറയാതെ നിസ്കരിച്ചു. കാരണം ഇത് സുന്നത്താണ്. നിസ്കരിച്ചപ്പോൾ ത്വാഊസ് റഹിമഹുല്ല അദ്ദേഹത്തോട് മാറ്റി നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞതായി നമുക്ക് കാണാം. ത്വാഊസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മകനോട് മാറ്റി നിസ്കരിക്കാൻ പറഞ്ഞു. കാരണം ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താനുള്ളതല്ല. നമുക്ക് ഇഹപര ലോകത്ത് എല്ലാ ഷർറുകളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, അള്ളാഹുവെ ദജ്ജാലിന്റെ ഫിത്നയിൽ തന്നെ നിരീക്ഷിക്കണം. ദജ്ജാൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള അവസാന നാളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ദജ്ജാലുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഹക്കിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ദജ്ജാലുകളുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മിൻഹാജുസ് സുന്നൻ നബവിയ്യ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നതായി കാണാം, ഈ ഒരു പ്രാർത്ഥനയിൽ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ചെറിയ ദജ്ജാലുകളും ഉൾപ്പെടും. ചെറിയ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുന്നത്ത് ചെയ്യുമ്പോൾ നമ്മളെ പരിഹസിക്കുക, അല്ലെങ്കിൽ ഇതെന്താ നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുക, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കും, ഇതെന്താ ഇവിടെ വെള്ളപ്പൊക്കമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക. ഇങ്ങനെ പല രൂപത്തിലുള്ള ദജ്ജാലുകളെ, മനുഷ്യപിശാചുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നുകൂടിയാണ് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു പ്രാർത്ഥനയുടെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. ഇനി നമ്മൾ ഈ പ്രാർത്ഥന പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് ധരിക്കുന്ന ഹദീസിൽ ثم يتخير من المسألة ما شاء, അതിനുശേഷം അവൻ എന്താണ് ആവശ്യം അത് അള്ളാഹുവിനോട് പറയുക. എന്തു നമുക്ക് ദുആ ചെയ്യാം, എന്ത് കാര്യം നമുക്ക് ദുആ ചെയ്യാം. തശഹുദിൽ നമ്മൾ തശഹുദ് പറഞ്ഞു, സ്വലാത്ത് പറഞ്ഞു, ഈ 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിച്ച ശേഷം എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നമുക്ക് ഈ ദുനിയാവിൽ നല്ല ജീവിതം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തി, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം, എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാം. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, അദ്ദുആഉ ഫി തശഹുദിൽ അഖീരി ഖബ്ല അസ്സലാമി മശ്റൂഉൻ ബിലാ ഖിലാഫ്. സലാമിന് മുമ്പ് തശഹുദിന് ശേഷം പ്രാർത്ഥിക്കൽ അനുവദിക്കപ്പെട്ടതാണെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് അനുവദിക്കപ്പെടുന്ന കാര്യമാണ്. എന്ത് കാര്യം ചെയ്യാം, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാം. അതിനുശേഷം എന്താ ചെയ്യാം? അതിനുശേഷം സലാം വീട്ടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, വലതുഭാഗത്തേക്ക് വഅൻ യസാരിക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് വബിഹാദാ തൻതഹി الصلاة. ഇതോടുകൂടി എന്ത് ചെയ്യും? നിസ്കാരം പൂർത്തിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ദാവൂദും തിർമിദിയും അഹ്മദും ഉദ്ധരിക്കുന്ന ഹദീസിൽ തഹ്രീമുഹ തക്ബീർ വതഹ്ലീലുഹ തസ്ലീം. നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടിയും നിസ്കാരം അവസാനിക്കുന്നത് സലാമോട് കൂടിയുമാണെന്ന് പറഞ്ഞു. സലാമോട് കൂടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് സലാം വീട്ടുക എന്നുള്ളത് നിർബന്ധമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു സലാം വീട്ടേണ്ടതില്ല, നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന എന്ത് കാര്യം ചെയ്താലും പുറത്തു പോകും. ഉദാഹരണത്തിന് ഒരാൾ തശഹുദൊക്കെ ഓതി കഴിഞ്ഞെന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അവന്റെ നിസ്കാരം പുറത്തു പോയതായിട്ട് പരിഗണിക്കും. ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോവുക എങ്ങനെയാ? അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞുകൊണ്ടാണ്. സലാം പറഞ്ഞുകൊണ്ടാണ്. ഈ സലാമിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യത്യസ്ത രൂപങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നില്ല, പ്രധാനപ്പെട്ട 2 രൂപം മാത്രം പറയാം. ഒന്നാമത്തേത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് വലതുഭാഗത്തും ഇടതുഭാഗത്തും പറയുക. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം അഹ്മദും അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ഇബ്നു മാജയും ഒക്കെ ഈ വിഷയത്തിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അതല്ലെങ്കിൽ എന്ത് പറയാം? അസ്സലാമു അലൈക്കും എന്ന് പറയാം. അതും സ്വഹീഹ് മുസ്ലിമിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയാം. തശഹുദൊക്കെ ഓതി കഴിഞ്ഞു, പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു, അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്നും പറയാം. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ഈ 2 രൂപങ്ങൾ നമ്മൾ പഠിക്കുക. വേറെ ചില രൂപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ വിശാലമായ ചർച്ചയിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങളും നാം ശ്രദ്ധിക്കുക. ഒന്നുകിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുക. അതുപോലെ തന്നെ ബറകല്ലാഹു ഫീക്കും, ഇവിടെ സലാം പറയലും അതുപോലെ തന്നെ നമ്മൾ തിരിയൂലേ, വലതു ഭാഗത്ത് അതുപോലെ തന്നെ ഇടതു ഭാഗത്ത് തിരിയും. ആ പ്രവർത്തനത്തിന്റെ കൂടെ തന്നെ സലാം പറയാൻ വേണ്ടി പരിശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ചില ആളുകൾ ഒരു ഭാഗത്ത് വന്ന് ഇവിടെ തലങ്ങി വന്ന് കുലുക്കും, അതിനുശേഷം ഇടതു ഭാഗത്തേക്ക് പറയും. അതിന്റെ ആവശ്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്,
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക? സലാം പറയുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ചില ആളുകൾ, പ്രത്യേകിച്ച് ചില മസാജിദുകളിലെ അയിമ്മ, അവരെന്ത് ചെയ്യും? സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് സലാം പറയും. സലഫു സ്വാലിഹീങ്ങളിൽ ഇബ്രാഹിം അന്നഖഈ റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, അത്തസ്ലീമു ഹസ്ഫുൻ, സലാം പറയുക എന്നുള്ളത് അധികം നീട്ടുകയോ അല്ലെങ്കിൽ അതിന് ഈണം കൊടുക്കുകയോ ഒന്നും വേണ്ട. മറിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ആ രൂപത്തിലാണ് പറയേണ്ടത്. അതല്ലാതെ അതിന് ഈണം കൊടുത്തുകൊണ്ട് നീട്ടി പരത്തിയിട്ടല്ല പറയേണ്ടത്. അബ്ദുല്ലാഹ് ബിനുൽ മുബാറക് റഹിമഹുല്ലയും അങ്ങനെ നീട്ടുന്നതിനെ വിമർശിച്ചതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ നീട്ടുന്നതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും ആ ഹദീസ് സ്ഥിരപ്പെടാത്തതാണ്. പക്ഷേ സലഫുകളിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ട്. സലഫുകളിൽ നിന്ന് അബ്ദുല്ലാഹ് ബിനുൽ മുബാറക്, ഇബ്രാഹിം അന്നഖഈ തുടങ്ങിയ പണ്ഡിതന്മാരിൽ നിന്ന് അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇമാമായിട്ട് നിൽക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ചില ആളുകൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കുറെ നീട്ടിട്ട് പറയും. അതിന്റെ ആവശ്യമില്ല. അത്തസ്ലീമു ഹസ്ഫുൻ, തസ്ലീം എന്ന് പറയുന്നത് പെട്ടെന്ന് പറയുക, അത് അവസാനിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹറമത്തെ നിസ്കാരമൊക്കെ നിങ്ങൾ കണ്ടാൽ ഷെയ്ഖ് അലി അൽ ഹുദൈഫി ഹഫിദഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അധികം അവർ നീട്ടുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. എന്നിട്ട് ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, വയംബഗി ലിൽ ഇൻസാനി ഇദാ കാന യുഹിബ്ബു അൻ യദ്ഉ അല്ലാഹ അസ്സ വജൽ അൻ യജ്അല ദുആഅഹു ഖബ്ല അൻ യുസല്ലിം. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം ദുആ ചെയ്യാനുണ്ടെങ്കിൽ, തശഹുദിന് ശേഷം, സ്വലാത്തിന് ശേഷം എന്തെങ്കിലും ദുആ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്താ? സലാം പറയുന്നതിന് മുമ്പ് ദുആ ചെയ്യുക. കാരണം നിസ്കാരത്തിന്റെ അകത്തുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമുക്ക് അള്ളാഹു നല്ല ഉപജീവനം നൽകണം, കച്ചവടത്തിലൊക്കെ ബറക്കത്ത് നൽകണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. അത് പറഞ്ഞതിന് ശേഷം اللهم ارزقنا ദുആ ചെയ്യാം. മഴ വേണം, اللهم اغثنا ദുആ ചെയ്യാം. ഏത് ആവശ്യമാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ നല്ല സന്താനങ്ങൾ വേണം, اللهم ارزقنا أولادا صالحين. എന്തു നമുക്ക് ദുആ ചെയ്യാം. എന്താണോ നമുക്ക് ആവശ്യം നമുക്ക് ദുആ ചെയ്യാം. മനസ്സിലായോ? അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അനുസരണ, اللهم اجعلني بارا بوالدي, മാതാപിതാക്കളുടെ അനുസരണം ഉണ്ടാക്കണം. എന്താണോ നമുക്ക് ആവശ്യം ആ കാര്യം സലാം വീട്ടുന്നതിന് മുമ്പ് ദുആ ചെയ്യുക. സലാം വീട്ടിയതിനു ശേഷം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സലാം വീട്ടുന്നതിന് മുമ്പ് ദുആ ചെയ്യലാണ്. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഇവിടെ പറയുകയാണ്, വമൻ ഖാല മിൻ അഹ്ലിൽ ഇൽം, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു ലാ യദ്ഉ ബിഅംരിൻ യതഅല്ലഖു ബിദ്ദുനിയ, നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ നിസ്കാരത്തിൽ ദുആ ചെയ്യരുതെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഫഹാദാ ഖൗലുൻ ദഈഫ്, അത് ശരിയായ വാദമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? സുമ്മ ലിയതഖയ്യർ മിന ദുആഇ മാ ഷാ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഭൗതികമാണെങ്കിലും ഉഖറവിയാണെങ്കിലും നമുക്ക് ദുആ ചെയ്യാം. പക്ഷേ ഖേദകരം, ഇന്ന് പല ആളുകളും ദുആ ചെയ്യാറുള്ളത് ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല. മറിച്ച് ആഖിറത്തിന് മുൻഗണന നൽകുക. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിന, അല്ലാഹുവേ ഈ ദുനിയാവിന്റെ കാര്യമാക്കരുത് എന്റെ ഏറ്റവും വലിയ ചിന്ത. വലാ മബ്ലഗ ഇൽമിന, എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ദുനിയാവ് എന്നാക്കരുത്. മറിച്ച് ഒരു വിശ്വാസിയുടെ ചിന്ത എന്താ? ആഖിറം എന്തായിരിക്കും, എന്റെ ഖബർ ജീവിതം, എന്റെ ബർസഖിയായ ജീവിതം, സ്വർഗ നരകം, അള്ളാഹുവിന്റെ മുന്നിലുള്ള വിചാരണ, ഹിസാബ്, സിറാത്ത്, ഇതൊക്കെയായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് എന്താണ് നമുക്ക് ആവശ്യം? നമുക്ക് ദുആ ചെയ്യാം. ഉഖറവിയായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകാനും നമ്മൾ പരിശ്രമിക്കുക. അതാണ് ഏറ്റവും പൂർണ്ണമായ കാര്യം. സലാം വീട്ടുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. ചില ആളുകൾ സലാം വീട്ടിയതിനു ശേഷം, നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടൻ എന്ത് ചെയ്യും? ദുആ ചെയ്യും. ഫർദ് നിസ്കാരങ്ങളിൽ സലാം വീട്ടിയ ഉടൻ ദുആ ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ളതല്ല. മറിച്ച് സലാം വീട്ടിയ ഉടൻ എന്താ ചെയ്യേണ്ടത്? അദ്കാറുകൾ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന പ്രാർത്ഥനകൾ പറയുക. അതാണ് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടത്. മനസ്സിലായില്ലേ? സുന്നത്ത് നിസ്കാരങ്ങളോ? സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രത്യേകിച്ച് ദിക്റുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ളുഹറിന്റെ സുന്നത്ത് നിസ്കരിച്ചു, അസറിന്റെ സുന്നത്ത് നിസ്കരിച്ചു, പ്രത്യേകിച്ച് ദിക്റുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല. രണ്ട് നിസ്കാരങ്ങളിൽ ഒഴികെ. ഒന്ന് വിത്റിലാണ്. വിത്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയും.
സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്. മൂന്നാമത്തെ തവണ പറയുമ്പോൾ പ്രവാചകൻ ശബ്ദം ഉയർത്തും, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, ശബ്ദം ഉയർത്തിക്കൊണ്ട് പറയും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ മുസ്നദിൽ അബ്ദുറഹ്മാൻ ബിൻ അബ്സ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. രണ്ടാമത്തേത് ഏതാണ്? ളുഹാ നിസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്ന് 100 തവണ പറയൽ സുന്നത്താണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്ന് 100 തവണ പറയൽ സുന്നത്താണ്. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിലും ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ അത് സഹീഹായി വിധി വെക്കുന്നതായി നമുക്ക് കാണാം. ഈ 2 സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പുറമെ ഒരു സുന്നത്ത് നിസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാര ശേഷം അദ്കാറുകൾ പറഞ്ഞു തന്നിട്ടില്ല. ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമാണ് അദ്കാറുകൾ പറഞ്ഞു തന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? മനസ്സിലായോ? തയ്യം. ഇനി ഇവിടെയുള്ള ഒരു മസ്അല, സലാം പറയുന്നതിന്റെ വിധി എന്താണ്? നമ്മൾ പറഞ്ഞു സലാം പറയണം, നിസ്കാരത്തിലൊക്കെ കഴിഞ്ഞ് സലാം പറയണം. സലാം പറയുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഒന്നാമത്തെ സലാം പറയുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നാം നോക്കിയാൽ 2 സലാമും പ്രവാചകൻ പറയാറുണ്ട്. 2 വശത്തേക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും, 2 വശത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയാറുണ്ടായിരുന്നു. ഇനി ആ സലാമിന്റെ വിധി എന്താണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു 2 സലാമും വാജിബാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒന്നാമത്തെ സലാം വാജിബാണ്, രണ്ടാമത്തെ സലാം സുന്നത്താണ്. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. എന്നിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സലാം പറയാറുണ്ട്? 2 പറയാറുണ്ട്. 2 നമ്മൾ പറയുക. ഇനി ഒന്ന് പറഞ്ഞാൽ അനുവദനീയമാണോ? അനുവദനീയമാണ്, അനുവദനീയമാണ്. എന്താണ് തെളിവ്? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബ്ദുർ റസാഖ് അസ്സനആനി അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നു, കാന യുസല്ലിമു അൻ യമീനിഹി വാഹിദ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വലതുവശത്തേക്ക് മാത്രം സലാം പറഞ്ഞ് അവസാനിപ്പിക്കാറുണ്ടായിരുന്നു. അഥവാ നിസ്കരിച്ചതിന് ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് ഇബ്നു ഉമർ അവസാനിപ്പിക്കാറുള്ളതായി ഇമാം അബ്ദുർ റസാഖ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ചില സഹാബികളിൽ നിന്നും ആ രൂപത്തിൽ സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്? 2 സലാം പറയലാണ്. ഖൈറുൽ ഹുദാ ഹുദാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു സലാമിൽ ആരെങ്കിലും നിർത്തിയാൽ അത് സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് സലാം പറയേണ്ടത്? ഇമാം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് സലാം പറയേണ്ടത്? ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സല്ലൈനാ മഅൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ഒരു ദിവസം പ്രവാചകന്റെ കൂടെ നിസ്കരിച്ചു. ഫസല്ലംനാ ഹീന സല്ലം, പ്രവാചകൻ സലാം പറഞ്ഞയുടൻ നമ്മൾ സലാം പറയുകയും ചെയ്തു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ബാബു യുസല്ലിമു ഹീന യുസല്ലിമുൽ ഇമാം, ഇമാം സലാം വീട്ടിയ ഉടൻ തന്നെ മഅ്മൂം സലാം വീട്ടുക എന്ന അധ്യായത്തിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. മനസ്സിലായോ? ഇമാം സലാം വീട്ടിയ ഉടൻ നമ്മൾ എന്ത് ചെയ്യുക? സലാം വീട്ടുക. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇമാം സലാം വീട്ടിയ ഉടൻ സലാം വീട്ടാറുള്ളതായി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ മുഅല്ലഖായി ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അതിന്റെ ഉദ്ദേശം എന്താണ്? ഇമാം സലാം വീട്ടി കഴിഞ്ഞു. അപ്പൊ നമ്മളിവിടെ എന്ത് പഠിച്ചിട്ടുണ്ട്? ദുആ ചെയ്യൽ നല്ലതാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വ്യക്തി ഇമാം സലാം വീട്ടിയതിനു ശേഷം ഇവിടെ ഇരുന്ന് അല്ലാഹുമ്മ അർസുഖ്നാ ഔലാദൻ സാലിഹീൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അംവാലിനാ തുടങ്ങിയ പ്രാർത്ഥനകൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല പ്രവാചകന്റെ സുന്നത്ത്. മറിച്ച് ഇമാം സലാം വീട്ടിയുടൻ എന്ത് ചെയ്യുക? സലാം വീട്ടുക. ഒരു സാഹചര്യത്തിൽ ഒഴികെ തശഹുദ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇമാം സലാം വീട്ടുമ്പോഴും മഅ്മൂം തശഹുദ് പൂർത്തീകരിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഇരുന്ന് തശഹുദ് പൂർത്തീകരിച്ച ശേഷം സലാം വീട്ടുക. അവിടെ ഇരുന്ന് അത്തഹിയ്യാത്ത് പൂർത്തീകരിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? സലാം വീട്ടുക. അതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറയാറുള്ളത്. അതുപോലെ തന്നെ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് സലാം ആരംഭിക്കേണ്ടത്? സലാം പറയുന്നത് ആരംഭിക്കേണ്ടത് ഇമാം 2 സലാം വീട്ടിയതിനു ശേഷമാണോ അതല്ല 1 സലാം വീട്ടിയതിനു ശേഷമാണോ? ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, അൽ ഔലാ ലിൽ മഅ്മൂം, മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതം അൻ യുസല്ലിമ അഖിബ ഫറാഗിൽ ഇമാമി മിന തസ്ലീമതൈൻ, ഇമാം 2 സലാമും വീട്ടിയതിനു ശേഷം മഅ്മൂം എന്ത് ചെയ്യുക? സലാം വീട്ടുക. 1 സലാമല്ല. പ്രത്യേകിച്ച് ഹംബലി മദ്ഹബിൽ അവർ പറയുന്നത് എന്താ? 2 സലാമും നിർബന്ധം എന്നാണ്. അതുകൊണ്ട് ഹംബലി മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് ചില പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, ഇമാം 1 സലാം വീട്ടിയ ഉടൻ മഅ്മൂം സലാം വീട്ടിയാൽ അവന്റെ ഫർദ് നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഫർദ് നിസ്കാരമാണെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം
ഇമാം ചെയ്യുന്നതിന് മുമ്പ് അവൻ ചെയ്തു. ഇമാം സലാം വീട്ടാതെ സലാം വീട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണ്? ഇമാം 2 സലാമും പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ സലാം വീട്ടുക. ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ സലാം വീട്ടുക. അതുപോലെ തന്നെ സലാം വീട്ടുമ്പോൾ മുഖം തിരിക്കുന്നതിന്റെ വിധി എന്താ? സുന്നത്താണ്. നമ്മൾ സലാം വീട്ടുമ്പോൾ ഇങ്ങനെ മുഖം തിരിക്കാറില്ലേ? അതിന്റെ വിധി എന്താ? സുന്നത്താണ്. ആമിർ ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വാപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം, كنت أرى رسول الله صلى الله عليه وسلم يسلم عن يمينه وعن يساره. പ്രവാചകൻ വലതുഭാഗത്തും ഇടതുഭാഗത്തും സലാം പറയുന്നത് ഞാൻ കാണാറുണ്ട്. ഹത്താ അറാ ബയാദ ഖദ്ദി, പ്രവാചകന്റെ കവിളിന്റെ വെളുത്ത ഭാഗം ഞാൻ കാണാറുണ്ട്. അപ്പൊ അതുവരെയാണ് നമ്മൾ മുഖം തിരിക്കേണ്ടതുള്ളൂ. അധികമായിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, പിറകിലുള്ള ആള് നമ്മുടെ കവിള് കാണുന്ന രൂപത്തിൽ, ആ രൂപത്തിൽ ചെറിയ രൂപത്തിൽ എന്താ ചെയ്യുക? മുഖം തിരിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ളത് എന്ന് ആമിർ ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മനസ്സിലായോ? തയ്യിബ്. അതിനുശേഷം ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹാദിഹി സിഫത്തുസ് സ്വലാഹ്, ഇതാണ് നിസ്കാരത്തിന്റെ രൂപം. ഫീമാ നഅലമുഹു മിൻ സുന്നത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ രൂപം ഇതാണ്. അതിന്റെ അർത്ഥം എന്താ? ഇതിൽ ചില വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടാകാം. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ സുജൂദിലേക്ക് പോകുമ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ആദ്യം കൈവെക്കണമെന്നോ കാലുവെക്കണമെന്നോ പറഞ്ഞത്? എന്താ പറഞ്ഞ? മുട്ടുവെക്കണമെന്നാണ് അല്ലെ? ആദ്യം മുട്ടുവെക്കണമെന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞത്. ഷെയ്ഖ് അൽബാനിയുടെ കിതാബ് നോക്കിയാൽ ആദ്യം കൈവെക്കണമെന്ന് കാണാം. അതിലേറ്റവും ശരിയായ അഭിപ്രായം എന്താ? രണ്ടും എന്താ തെളിവ്? ഒട്ടകത്തിന്റെ ഹദീസ് നിങ്ങൾ ഉണ്ടായിരുന്നില്ല? ദർസില് ഉണ്ടായിരുന്നോ? ഒട്ടകത്തിന്റെ ഹദീസ് നമ്മൾ പറഞ്ഞു. അതിൽ ധാരാളം ചർച്ചകളുണ്ട്. ചില പണ്ഡിതന്മാർ ആ ഹദീസെ ദുർബലാണെന്നും പറയുന്നുണ്ട്. അതിൽ തെളിവെന്താ? നമ്മളെന്ന് പറഞ്ഞ ആ വിഷയത്തിൽ പ്രധാന 2 ഹദീസാണ് നമ്മൾ പറഞ്ഞു. ഒന്ന് വായിൽ ഇബ്നു ഹുജറിന്റെ ഹദീസ്, പ്രവാചകന്റെ പ്രവൃത്തി, പ്രവാചകൻ ആദ്യം മുട്ടുവെച്ചു എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അബൂ ഹുറൈറയുടെ ഹദീസ്, ആദ്യം കൈവെക്കണം എന്ന് പറയുന്ന ഹദീസ്. ആ 2 ഹദീസും അഭിപ്രായ ഭിന്നതയുള്ളതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് അവസാനം നമ്മൾ സ്വഹാബികളെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞ? ഭയങ്കര മറവിയാണല്ലോ എല്ലാവർക്കും. അല്ല, ആ ഹദീസ് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഹദീസിന്റെ സ്വീകാര്യതയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്, ആ ഹദീസിന്റെ വിശദീകരണത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ഹദീസിന്റെ ചില ഭാഗം സഹീഹാണെന്നും ചില ഭാഗം ദുർബലമാണെന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവസാനം എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം സഹാബികളുടെ പ്രവർത്തനത്തിലാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈവച്ചതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം മുട്ടുവെച്ചതായി ഇമാം തഹാവി റഹിമഹുല്ലാഹി ഉദ്ധരിക്കുന്നുണ്ട്. സഹാബികളിൽ നിന്ന് 2 കാര്യവും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാവരും മുറാജഅ ചെയ്യണം, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിക്കുന്നത്. طيب فيما نعلمه من سنة الرسول صلى الله عليه وسلم فينبغي للإنسان أن يحرص على تطبيق ما ورد عن النبي صلى الله عليه وسلم في تطبيق كيفية الصلاة ليكون ممتثلا لقوله عليه الصلاة صلوا كما رأيتموني أصلي. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിസ്കരിച്ചത് എങ്ങനെയാണ് അതുപോലെ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. ഇതാണ് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ശൈഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞു, വഅഹമ്മു ശൈഇൻ ബിന്നിസ്ബതി ലിസ്സലാഹ്, നിസ്കാരത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? അയ്യുജ്രിയൽ ഇൻസാനു അഫ്ആലഹു അല സുന്ന, നിസ്കാരത്തിന്റെ ഓരോരോ പ്രവർത്തനങ്ങളും സുന്നത്തായിരിക്കണം. ഓരോരോ പ്രവർത്തനങ്ങളും. ഇപ്പൊ നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടി, ആരെങ്കിലും നമ്മോട് ചോദിച്ചു എന്താ തെളിവ്? തെളിവ് പറയാൻ സാധിക്കണം. റുകൂഇൽ പോയി പറയുന്ന ദിക്ർ തെളിവുണ്ടാവണം. ഇഅ്തിദാലിൽ വന്നു, കൈ കെട്ടണോ വേണ്ടേ പറയാൻ നമുക്ക് തെളിവുണ്ടാകണം. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം മുട്ട് വേണോ കാല് വേണോ കൈവെക്കണോ നമുക്ക് തെളിവുണ്ടാകണം. ഈ ഒരു വിഷയത്തിന്റെ തെളിവുകൾ സഹോദരങ്ങളെ എന്തായാലും നമ്മൾ പഠിക്കണം. എന്നിട്ട് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സുന്നത്തനുസരിച്ച് ചെയ്യുക. പക്ഷേ അതിനേക്കാളൊക്കെ മുമ്പ് എന്താ ഉണ്ടാവേണ്ടത്? ഹുദൂറുൽ ഖൽബ്, നിസ്കരിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്, അവന്റെ മുന്നിലാണ് ഞാൻ നിസ്കരിക്കുന്ന ഒരു ബോധം ഉണ്ടാവണം. എന്നിട്ട് ശൈഖ് പറയാണ്, ലിഅന്ന കസീറൻ മിനൻ നാസിൽ ആൻ ലാ തതസല്ലതു അലൈഹിൽ ഹവാജിസ് വൽ വസാബിസ് ഇല്ലാ ഇദാ ദഖല ഫിസ്സലാഹ്. ഇന്ന് ചില ആളുകൾക്ക്
മറ്റു ചിന്തകൾ വരുന്ന എപ്പോൾ മാത്രമാണ്? നിസ്കരിക്കുമ്പോൾ മാത്രമാണ്. وبمجرد ما ينتهي من صلاته تطير عنه هذه الهواجس والوساوس والله أعلم. നിസ്കാരം കഴിയുന്നതോടുകൂടി ആ ചിന്തകളൊക്കെ പല ആളുകൾക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയെ നിങ്ങൾ സൂക്ഷിക്കുക. നിസ്കരിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് പൂർത്തീകരിച്ചു. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് പൂർത്തീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ സുന്നത്തനുസരിച്ച് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ഹൃദയം അള്ളാഹുവിലേക്ക് മുന്നിടാൻ വേണ്ടി പരിശ്രമിക്കുക. നിസ്കാര സാഹചര്യങ്ങളിൽ മറ്റു തര കാര്യങ്ങൾ ചിന്തിക്കാനോ അതിനെക്കുറിച്ച് മനസ്സ് ശുഗലാക്കാനോ ഒരിക്കലും നമ്മൾ നിൽക്കാൻ പാടില്ല. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഈ വിഷയങ്ങളാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ റിസാലയിൽ പറഞ്ഞത്. ഇനി എന്നോട് ഈ ദർസുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ ധാരാളം ഇഖ്വാൾ ചോദിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. അതിനു മുമ്പായി ഒരു കാര്യം പറയാനുള്ളത്, അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദർസ് ശനിയാഴ്ച ദിവസമായിരിക്കും. നമ്മുടെ ഈ കിതാബ് പൂർത്തിയായി അടുത്ത ആഴ്ചയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്കാറുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകാം. അതിന്റെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിസ്കാരശേഷം സ്ഥിരപ്പെട്ടിരിക്കുന്ന അദ്കാറുകൾ എന്തൊക്കെയാണ് നമുക്ക് പറയാം. നിസ്കാരശേഷം സ്ഥിരപ്പെട്ടിരിക്കുന്ന അദ്കാറുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഫളലും ആ ഹദീസുകൾ നമുക്ക് അടുത്ത ദർസിൽ പറയാം. അതോടുകൂടി നിസ്കാരവും അതിന്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാകും. പിന്നീട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത കാര്യം നോക്കാം. ഇവിടെ ചോദിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ഒരു സംശയം, നമ്മൾ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ പറഞ്ഞു അത് റുക്നാണ് അല്ലെ? തക്ബീറത്തുൽ ഇഹ്റാം റുക്നാണ്. അതല്ലാത്ത തക്ബീറുകൾ റുക്കൂഇലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ അതിനെന്താ പറയുക? തക്ബീറാത്തുൽ ഇൻതിഖാൽ. തക്ബീറാത്തുൽ ഇൻതിഖാൽ അഥവാ ഒരു പ്രവർത്തനത്തിൽ നിന്ന് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന തക്ബീർ. നമ്മൾ റുക്കൂഇലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയും, സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയും. അതിനാണ് തക്ബീറാത്തുൽ ഇൻതിഖാൽ എന്ന് പറയുക. അതിന്റെ ഹുക്ം എന്താണ്? ഭൂരിപക്ഷം ഉലമാക്കളും പറയുന്നു അത് സുന്നത്താണ്. ഭൂരിപക്ഷം ഉലമാക്കളും പറയുന്നു അത് സുന്നത്താണ്. ഷാഫിഈ മദ്ഹബിന്റെയും ഹനഫി മദ്ഹബിന്റെയും മാലിക്കി മദ്ഹബിന്റെയും ഒക്കെ വീക്ഷണം എന്താ? അത് സുന്നത്താണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, തക്ബീറാത്തുൽ ഇൻതിഖാൽ കുല്ലുഹാ ഇൻദനാ സുന്ന. തക്ബീറാത്തുൽ ഇൻതിഖാൽ ഒക്കെ നമ്മുടെ അരികിൽ എന്താണ്? സുന്നത്താണ്. ഹാദാ മദ്ഹബുന, അതാണ് ഷാഫിഈ മദ്ഹബ്. വമദ്ഹബു ജംഹൂരിൽ ഉലമ, ഭൂരിപക്ഷം ഉലമാക്കളുടെ മദ്ഹബ്. മിനസ് സഹാബത്തി വത്താബിഈൻ, താബിഈങ്ങളുടെയും സഹാബത്തിന്റെയും ഒക്കെ അഭിപ്രായം അത് സുന്നത്താണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ വിട്ട ഒരു മദ്ഹബുണ്ട്, അതേതാണ്? ഹംബലി മദ്ഹബ്. അവർ പറയുന്നു അത് വാജിബാണ്. അത് വാജിബാണ്. അപ്പോൾ ഏറ്റവും ശരിയായ അഭിപ്രായമായിട്ട് മനസ്സിലാകുന്നത് അല്ലാഹു അഅലം അത് സുന്നത്താണ് എന്നുള്ളതാണ്. ഏറ്റവും ശരിയായ അഭിപ്രായമായിട്ട് മനസ്സിലാകുന്നത് തക്ബീറത്തുൽ ഇൻതിഖാൽ സുന്നത്താണ് എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മസ്ജിദിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തി വന്ന് നിസ്കരിച്ചു. അദ്ദേഹത്തിന്റെ നിസ്കാരത്തിൽ ധാരാളം പിഴവുകൾ ഉണ്ടായിരുന്നു. പൊതുവെ ചില പണ്ഡിതന്മാർ ഹദീസുൽ മുസീഇ സ്വലാത്തു എന്ന് പറയും, നിസ്കാരം നല്ല രൂപത്തിൽ നിസ്കരിക്കാത്ത വ്യക്തിയുടെ ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ നീ അല്ലാഹു അക്ബർ എന്ന് പറയണമെന്ന് പറഞ്ഞു. അത് കബ്ബിർ എന്ന് പറഞ്ഞു, തക്ബീറത്തുൽ ഇഹ്റാം പറയണം. അതിനുശേഷമുള്ള അധികം ഹദീസുകളുടെ അൽഫാദുകളിലും തക്ബീറുകളെ പരാമർശിച്ചതായി കാണുകയില്ല. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നു അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാജിബായിരുന്നെങ്കിൽ റുക്കൂഇലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ പറയണം, സുജൂദിൽ പോകുമ്പോൾ അല്ലാഹു അക്ബർ പറയണം എന്ന് പറയുമായിരുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തക്ബീറാത്തുൽ ഇൻതിഖാൽ സുന്നത്താണ് എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. രണ്ടാമതായി ഒരു സഹോദരൻ ചോദിച്ചത്, റുക്കൂഇൽ ഇമാമിനെ കിട്ടിയാൽ നമുക്ക് റക്അത്ത് കിട്ടുമോ? നമുക്ക് റുക്കൂഇലാണ് ഇമാമിനെ ലഭിക്കുന്നതെങ്കിൽ റക്അത്ത് കിട്ടുമോ? ഈ വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഭൂരിപക്ഷം ഉലമാക്കൾ പറയുന്നു റക്അത്ത് കിട്ടും. റുക്കൂഇൽ നമുക്ക് ഇമാമിനെ കിട്ടുകയാണെങ്കിൽ റക്അത്ത് കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായ സ്വഹീഹായ ഒരു വിഷയവും ഇതിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. അഥവാ നിങ്ങൾക്ക് റക്അത്ത്, ചില ആളുകൾ എന്ന് പറയും മൻ അദ്റക റുകൂഅ ഫഖദ് അദ്റക റക്അ എന്ന് പറയും. റുകൂഅ കിട്ടിയാൽ റക്അത്ത് കിട്ടും. ആ ഒരു ലഫ്ള് ചില ഫിഖ്ഹി കിതാബുകളിൽ കാണപ്പെടുമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസായി പരിഗണിക്കപ്പെടുന്ന കിതാബുകളിൽ സ്വഹീഹായി എവിടെയും വന്നിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് ആ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഭൂരിപക്ഷം ഉലമാക്കൾ പറയുന്നു റക്അത്ത് ലഭിക്കും. പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ സ്വഹാബികളിൽ നിന്ന് റുകൂഅ കിട്ടിയാൽ റക്അത്ത് ലഭിക്കുമെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സ്വഹാബികളിൽ നിന്ന് റുകൂഅ കിട്ടിയാൽ റക്അത്ത് കിട്ടുമെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹും
തുടങ്ങിയ സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇർവാഉൽ ഖലീലിൽ ഈ വിഷയം വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. മറ്റൊരു അഭിപ്രായം എന്താണ്? റക്അത്ത് കിട്ടില്ല. അതാണ് ഇമാം അലി ഇബ്നുൽ മദീനി, ഇമാം ബുഖാരി, ഇമാം ഇബ്നു ഖുസൈമ, അതുപോലെ തന്നെ ഇന്ത്യയിലെ അഹ്ലുസുന്നയുടെ പ്രഗത്ഭരായ വലിയ വലിയ പണ്ഡിതന്മാർ അവരൊക്കെ പറയുന്ന അഭിപ്രായം എന്താണ്? റുക്കൂ ആണ് ഇമാമിന്റെ കൂടെ ലഭിക്കുന്നതെങ്കിൽ റക്അത്ത് കിട്ടില്ല എന്നാണ്. പക്ഷേ ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് റക്അത്ത് കിട്ടും. ഇമാമിന്റെ കൂടെ നമുക്ക് റുക്കൂ കിട്ടിയാൽ റക്അത്ത് കിട്ടും. നേരത്തെ പറഞ്ഞിരിക്കുന്ന സഹാബികളുടെ ആസാറുകൾ അതിന് പിൻബലം നൽകുന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയായിരുന്നു. അദ്ദേഹം പ്രവാചകൻ റുകൂഇലേക്ക് പോയപ്പോൾ അബൂബക്കർ അസ്സഖഫി റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലാണ്. സ്വഫിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ വെച്ച് റുകൂഅ ചെയ്തു. പ്രവാചകൻ റുകൂഇലാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്നഹു ഇൻതഹാ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ റാകിഅ, പ്രവാചകൻ റുകൂഇലായിരിക്കെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറി വന്നത്. സ്വഫിൽ എത്തുന്നതിന് മുമ്പേ അദ്ദേഹം കയറി വരികയും അവിടെ റുകൂഅ ചെയ്യുകയും അതിനുശേഷം സഫിലേക്ക് നടന്നുകൊണ്ട് വരികയും ചെയ്തു എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് അങ്ങനെ വന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനാണ് പ്രവാചകനെ അങ്ങനെ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് റക്അത്ത് കിട്ടാനുള്ള താല്പര്യമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പെട്ടെന്ന് നിസ്കാരത്തിൽ എത്താനുള്ള താല്പര്യമായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, സാദകല്ലാഹു ഹിർസ, നിന്റെ താല്പര്യം അള്ളാഹു അധികരിപ്പിച്ചു തരട്ടെ. വലാ തഉദ്, അത് വിശദീകരിക്കുന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണ് അതിന്റെ വിശദീകരണം? ചില ആളുകൾ പറഞ്ഞു ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന അർത്ഥം സങ്കല്പിച്ചാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ റക്അത്ത് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തോട് എന്ത് പറയണമായിരുന്നു? ആ റക്അത്ത് മാറ്റി നിസ്കരിക്കാൻ പറയണമായിരുന്നു. കാരണം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രവാചകൻ പല സ്വഹാബികളോടും നിസ്കാരം മാറ്റി നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ അതിന്റെ അർത്ഥം ഇനി ഈ പ്രവർത്തനം അഥവാ റുകൂഇലായിരിക്കെ നീ റുകൂഇ ചെയ്യുന്ന പ്രവർത്തനം നിർത്തണം എന്നല്ല പറഞ്ഞത്. മറിച്ച് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മനിസ്സാഇ, ആരാണ് ധൃതി പിടിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് വന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ് പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തഉദ്, അതിന്റെ വായന വലാ തഅദു എന്ന് ചില പണ്ഡിതന്മാർ വായിച്ചിട്ടുണ്ട്. അഥവാ നീ എന്നെ ധൃതി കാണിക്കരുത് എന്ന അർത്ഥത്തിൽ, ഇനി നീ ധൃതി കാണിക്കരുത് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ ഹദീസിൽ എന്തുണ്ട്? പ്രവാചകൻ റുകൂഇലായിരിക്കെ അബൂബക്കർ അസ്സഖഫി റളിയല്ലാഹു അൻഹു വരികയും പ്രവാചകൻ റുകൂഇലായിരിക്കെ പ്രവാചകൻ റുകൂഇലായിരിക്കെ അദ്ദേഹം റുകൂഅ ചെയ്ത് എന്ന സംഭവം നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ സാധിക്കും. അപ്പോൾ റുകൂഇൽ ഇമാമിനെ കിട്ടിയാൽ റക്അത്ത് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഇനി ഒരു പക്ഷേ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും, സഫിൽ എത്തുന്നതിന് മുമ്പ് റുകൂഅ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. കുറച്ച് മാത്രമേ സ്ഥലമുള്ളൂ എങ്കിൽ, അഥവാ നമ്മളൊരു സഫിന്റെ അടുത്തെത്തി ഇമാം റുകൂഇൽ നിന്ന് ഉയരും എന്ന പേടിയുണ്ടെങ്കിൽ അടുത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റുകൂഅ ചെയ്യാം. ഒന്നിലധികം സഹാബികളിൽ നിന്ന് സഫിൽ എത്തുന്നതിന് മുമ്പ് റുകൂഅ ചെയ്യുന്നത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒന്നിലധികം സഹാബികളിൽ നിന്ന് സഫിൽ എത്തുന്നതിന് മുമ്പ് റുകൂഅ ചെയ്യുന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ബാറക്കല്ലാഹു ഫീക്കും, നമ്മൾ ഇമാമിന്റെ കൂടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മസ്ജിദിലേക്ക് വന്നു, ളുഹർ നിസ്കാരം അല്ലെങ്കിൽ അസ്ർ നിസ്കാരം, നമ്മൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇമാം റുകൂഇലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബാറക്കല്ലാഹു ഫീക്കും, നിസ്കാരത്തിൽ പെട്ടെന്ന് തന്നെ മസ്ജിദിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. താമസിക്കാതെ, ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാവാൻ ഇടവരുത്താത്ത രൂപത്തിൽ പെട്ടെന്ന് മസ്ജിദിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി നമ്മൾ മസ്ജിദിലേക്ക് വന്നു, ളുഹർ നിസ്കാരം അല്ലെങ്കിൽ അസ്ർ നിസ്കാരം, ഇപ്പൊ നമുക്കറിയാം ഏകദേശം 1 മണിക്കാണ് നിസ്കാരം. മസ്ജിദിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു 1:03 നമ്മൾ എത്തിയത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇമാം ഇപ്പോൾ റുകൂഇലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് കയറിയുടൻ ഫാത്തിഹ ഓതുക. അവിടെ ദുആഉൽ ഇസ്തിഫ്താഹ് ഓതരുത്. അവിടെ പെട്ടെന്ന് എന്ത് ചെയ്യുക? ഫാത്തിഹ ഓതുക. ഇനി നമ്മൾ ഫാത്തിഹ ഓതുന്നതിനിടയിൽ ഇമാം റുകൂഇലേക്ക് പോയി. ഫാത്തിഹ ഓതുന്നതിനിടയിൽ ഇമാം റുകൂഇലേക്ക് പോയാൽ അവിടെ ഫാത്തിഹ പൂർത്തീകരിക്കണോ അതല്ല ഇമാമിനെ പിന്തുടരണമോ? ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുദൈർ ഹഫിളഹുല്ലാഹ്, അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹമൊക്കെ പറയുന്നു, നമ്മൾ ഇമാമിന്റെ കൂടെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാം റുകൂഇൽ പോയാൽ അപ്പോൾ തന്നെ നമ്മൾ റുകൂഇലേക്ക് പോവുക, ഫാത്തിഹ പൂർത്തീകരിക്കേണ്ടതില്ല. നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം പറയുമ്പോൾ ഇമാം റുകൂഇലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാത്തിഹ പൂർത്തീകരിച്ചാൽ ഇമാം റുകൂഇൽ നിന്ന് ഉയരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക?
ഫാത്തിഹ പൂർത്തീകരിക്കാതെ റുക്കോയിലേക്ക് പോവുക, ആ റക്അത്ത് നമുക്ക് പരിഗണിക്കപ്പെടും. അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെയും ഇബ്നു ബാസിന്റെയും അഭിപ്രായം. അതാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുദൈർ ഹഫിളഹുള്ളയുടെ അഭിപ്രായം. ഇമാം ഷിറാസി റഹിമഹുള്ള ഈ വിഷയം സംസാരിക്കുമ്പോൾ ഇതും അനുവദിക്കപ്പെട്ട ഒരു രൂപമാണെന്ന തരത്തിൽ സംസാരിക്കുന്നതായി കാണാം. മനസ്സിലായോ? നമ്മൾ ഫാത്തിഹ ഓതുന്നതിനിടയിൽ നമുക്ക് അഥവാ ഫാത്തിഹ പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ പൂർത്തീകരിക്കാം. നമ്മൾ ഉദാഹരണത്തിന് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എത്തി, അപ്പോഴാണ് ഇമാം റുക്കൂയിൽ പോകുന്നത്, കുറച്ചേ ബാക്കിയുള്ളത് പൂർത്തീകരിക്കുക. നമ്മൾ റുക്കൂയിലേക്ക് പോയാൽ അല്ലെങ്കിൽ നമ്മൾ ഇമാമിന്റെ കൂടെ പോയിട്ടില്ലെങ്കിൽ ഇമാം എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്താ? ഫാത്തിഹ പൂർത്തീകരിക്കാതെ നമ്മൾ ഇമാമിന്റെ കൂടെ റുക്കൂയിലേക്ക് പ്രവേശിക്കുക. അവസാനം ഒരു വിഷയം ബാറക്കല്ലാഹു ഫീക്കും, തശഹുദിൽ വിരലനക്കുന്നതിനെ കുറിച്ചാണ്. എന്നോട് കഴിഞ്ഞ ദർസിൽ ഒരു വ്യക്തി ചോദിച്ചു തശഹുദിൽ വിരലനക്കുന്ന വിഷയം. ഈ വിഷയത്തിൽ സഹോദരങ്ങളെ ബാറക്കല്ലാഹു ഫീക്കും, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികളിൽ നിന്ന് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉദ്ധരിക്കപ്പെട്ടതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിൽ വിരൽ ചൂണ്ടാറുണ്ട്. ഓക്കെ, പ്രവാചകൻ തശഹുദിൽ വിരൽ ചൂണ്ടാറുണ്ട്. ഇമാം ബൈഹഖി റഹിമഹുല്ലാ വാഇൽ ബിൻ ഹുജ്ർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ അനക്കുന്നതായി ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ അനക്കുന്നതായി ഞാൻ കണ്ടു. ഇങ്ങനെ രണ്ട് ഹദീസുകളാണ് പ്രധാനമായും വന്നിരിക്കുന്നത്. ഒരു ഹദീസിൽ പ്രവാചകൻ ചൂണ്ടി, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരൽ അനക്കി. പല രൂപത്തിലും പണ്ഡിതന്മാർ ഇതിനെ ചർച്ച ചെയ്തിട്ടുണ്ട്, പല രൂപത്തിലും. അതൊക്കെ ഞാൻ പറയുന്നില്ല, മറിച്ച് ലളിതമായ രൂപത്തിൽ പറയാം. ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? ഇത് വൈരുദ്ധ്യമാണ്, ഒന്നുകിൽ അനക്കുക അല്ലെങ്കിൽ ചൂണ്ടുക. അതുകൊണ്ട് ഏറ്റവും പ്രബലമായ സ്വഹീഹ് മുസ്ലിമിലൊക്കെ വന്നിരിക്കുന്നത് ചൂണ്ടലാണ്, അതാണ് ശരി, അനക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതിനാണ് ഷറഈന്റെ ഭാഷയിൽ എന്ത് പറയുക? തർജീഹ് എന്ന് പറയുക, അഥവാ ഒന്നിനെ മാറ്റി നിർത്തി മറ്റൊന്ന് പ്രബലമാക്കുക. ഈ ഒരു രീതിയിലേക്ക് അഥവാ തർജീഹിലേക്ക്, ഒന്നിനെ പ്രബലമാക്കി മറ്റൊന്നിനെ ഒഴിവാക്കുന്ന രൂപത്തിലേക്ക് പോവുക എപ്പോഴാണ്? രണ്ട് തെളിവുകൾ, ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന രണ്ട് തെളിവുകൾ ക്രോഡീകരിച്ച് ഒരു അഭിപ്രായം പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനക്കുക എന്നും ചൂണ്ടുക എന്നും വന്നിട്ടുണ്ട്. ഒരു വ്യക്തി വിരൽ ചൂണ്ടി പിടിച്ചുകൊണ്ട് അനക്കുകയാണെങ്കിൽ അവൻ വിരൽ ചൂണ്ടിയവനുമാണ് അനക്കുന്നവനുമാണ്. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാമെന്ന് ജമഇന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു. അവർ പറഞ്ഞു വിരൽ ചൂണ്ടുകയും അതിന്റെ കൂടെ അനക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. ഈ രണ്ടും അനുവദനീയമാണെന്ന് പറഞ്ഞു. വേറെ ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? വിരല് ചൂണ്ടുക എന്നുള്ളതാണ് സഹീഹ്, വിരല് അനക്കുക എന്നുള്ളത് ഷാദാണ്, അഥവാ ദുർബലമായ ഹദീസാണെന്ന് ചില പണ്ഡിതന്മാർ പറയുകയും ചെയ്തു. പല വിഷയങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇത് അഹ്ലുസുന്നക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതയാണ്. ഒരു വ്യക്തിക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഏറ്റവും ഉചിതമായി അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന്റെ ഖുശൂഇനും മറ്റുമൊക്കെ നല്ലതായി തോന്നുന്നതെങ്കിൽ അദ്ദേഹത്തിന് വിരൽ ചൂണ്ടാം. അത് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ഇനി ഒരു വ്യക്തിക്ക് വിരൽ അനക്കുന്ന അഭിപ്രായമാണ് ശരിയായി തോന്നുന്നതെങ്കിൽ അദ്ദേഹത്തിന് വിരൽ അനക്കാം. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് വന്നതാണ്, പല പണ്ഡിതന്മാരും സ്വീകരിച്ചതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കാരണവശാലും മറ്റൊരാളെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാണെന്ന് പറയാനോ പരിഹസിക്കാനോ കളിയാക്കാനോ ഒന്നിനും നമ്മൾ നിൽക്കരുത്. മറിച്ച് ഇത് വിശാലമായ ഒരു വിഷയമായി നമ്മൾ സ്വീകരിക്കുക. അവസാനമായി ബാറക്കല്ലാഹു ഫീക്കും, ഞാൻ കഴിഞ്ഞ ദർസിൽ രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ റബ്ബി ഗഫിർലി വർഹംനി വഹ്ദിനി എന്ന ദുആ അത് ദഈഫാണെന്നും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ദഈഫാണെന്നും ഏറ്റവും ശരിയായ അഭിപ്രായം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിരിക്കുന്ന ഹദീസ് റബ്ബി ഗഫിർലി ആണെന്നും അതാണ് ഇമാം അഹ്മദിനെ പോലുള്ള പണ്ഡിതന്മാരെ അമൽ ചെയ്യാറുള്ളത് എന്നും പറഞ്ഞിരുന്നു. ഒരു സഹോദരൻ എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ഹദീസ് സ്വഹീഹാക്കിയിട്ടില്ലേ എന്ന്. ഇവിടെ ബറകല്ലാഹു ഫീക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുവെ ഫിഖ്ഹി മസലകളിൽ നമ്മൾ എന്ത് പറയാറുണ്ട്? ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. വിരൽ അനക്കാം അല്ലെങ്കിൽ വിരൽ ചൂണ്ടാം, അതുപോലെ തന്നെ ആദ്യം മുട്ടുവെക്കാം അല്ലെങ്കിൽ ആദ്യം കൈവെക്കാം സുജൂദിൽ പോകുമ്പോൾ, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ അഭിപ്രായ വ്യത്യാസം സ്വീകരിക്കപ്പെടുന്ന മറ്റൊരു മേഖലയാണ് ഹദീസിലുള്ള വിധി. ഹദീസ് സ്വഹീഹാണോ ദഈഫാണോ എന്ന വിധി പണ്ഡിതന്മാർക്കിടയിൽ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വീക്ഷണ വ്യത്യാസങ്ങളുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഒരു പണ്ഡിതൻ അവര് പഠിച്ചതനുസരിച്ച് എന്ന് പറയും, അത് സ്വഹീഹാണെന്ന് പറയും. വേറെ ചില പണ്ഡിതന്മാർ അവര് പഠിച്ചതനുസരിച്ച് അത് ദുർബലമാണെന്ന് പറയും. വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. അങ്ങനെ ധാരാളം വിഷയങ്ങൾ കാണാൻ പറ്റും. ഇവിടെയൊക്കെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട എന്താ? ദേഹേച്ഛയെ പിൻപറ്റി ആവരുത് ഒരു കാരണവശാലും നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വിരൽ അനക്കുന്നത് മറ്റുള്ളവരുടെ എതിരാവണം എന്ന ഉദ്ദേശത്തിലാവാൻ പാടില്ല. മറിച്ച് അങ്ങനെ ഹദീസ് വന്നിട്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു.
വിരൽ അനക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഹദീസ് ചൂണ്ടി എന്ന് വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചൂണ്ടുന്നു, ആ രൂപത്തിലായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. അതല്ലാതെ ദേഹത്തെ പിൻപറ്റാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഈ വിഷയത്തിൽ മൊത്തത്തിൽ പറയാനുള്ളത്. ഇതോടുകൂടി അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സിഫത്തുസ് സ്വലാത്ത് എന്ന ഗ്രന്ഥം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ദർസിൽ ഇതുമായി ബന്ധപ്പെട്ട അദ്കാറുകൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കാനും നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.